എഡിറ്റേഴ്സ് അവറിലേക്ക് സ്വാഗതം. കേരളം നാളെ പോളിംഗ് ബൂത്തിലേക്ക്. 17ാം ലോക്സഭയിലേക്കുള്ള സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് നാളെ നടക്കും. നിശബ്ദ പ്രചാരണവും അവസാനിച്ചതോടെ സ്ഥാനാർത്ഥികളും മുന്നണികളും തികഞ്ഞ വിജയപ്രതീക്ഷയിലാണ്. പ്രചരണ കോലാഹലങ്ങൾ അവസാനിച്ചു. 1.5 മാസത്തോളം നീണ്ട ആവേശകരമായ പ്രചരണത്തിനൊടുവിലാണ് കേരളം നാളെ പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നത്. രാവിലെ 7 മുതൽ 6 മണി വരെയാണ് പോളിംഗ്. നാളെ രാവിലെ 2,61,51,543 വോട്ടർമാർ വിധിയെഴുതി തുടങ്ങും. പരസ്യ നിശബ്ദ പ്രചരണങ്ങൾ അവസാനിച്ചതോടെ മുന്നണികൾ തികഞ്ഞ പ്രതീക്ഷയിലാണ്. അവസാനവട്ട ശ്രമത്തിലൂടെ ആടിയുലഞ്ഞു നിൽക്കുന്ന വോട്ടുകൾ തങ്ങൾക്ക് അനുകൂലമാക്കാമെന്ന ആത്മവിശ്വാസത്തിൽ 20 ലോക്സഭാ മണ്ഡലങ്ങളിലായി 227 സ്ഥാനാർത്ഥികളാണ് സംസ്ഥാനത്ത് ജനവിധി തേടുന്നത്. 1,34,66,521 സ്ത്രീ വോട്ടർമാരും 1,26,84,839 പുരുഷ വോട്ടർമാരും 174 ട്രാൻസ്ജെൻഡർ വോട്ടർമാരും ഉൾപ്പെടെ 2,61,51,543 വോട്ടർമാരാണ് സംസ്ഥാനത്ത് ആകെയുള്ളത്. 2,88,191 കന്നി വോട്ടർമാരും ഇത്തവണയുണ്ട്. 24,970 പോളിംഗ് സ്റ്റേഷനുകളാണ് സജ്ജീകരിച്ചിട്ടുള്ളത്. മലപ്പുറത്താണ് ഏറ്റവും കൂടുതൽ വോട്ടർമാർ, വയനാട്ടിലാണ് കുറവ്. പ്രശ്നബാധിത ബൂത്തുകളിൽ കനത്ത സുരക്ഷാ സംവിധാനങ്ങളാണ് ഒരുക്കിയത്. ഇവിടങ്ങളിലൊക്കെ നിരീക്ഷണ ക്യാമറകളും സജ്ജീകരിക്കുന്നുണ്ട്. ക്രമീകരണങ്ങൾ പൂർത്തിയായതായി മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ടിക്കാറാം മീണ പ്രതികരിച്ചു. ഭീഷണിയുള്ള പോളിംഗ് സ്റ്റേഷൻസ് ആണ് 219. ഏറ്റവും കൂടുതൽ ഉള്ളത് വയനാട് ജില്ലയിലാണ് 72. സംസ്ഥാനത്താകെ 359 അതീവ പ്രശ്നബാധിത ബൂത്തുകൾ, 831 പ്രശ്നബാധിത ബൂത്തുകളുമുണ്ട്. വയനാട്, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ എന്നിവിടങ്ങളിലായി 219 മാവോയിസ്റ്റ് ബാധിത ബൂത്തുകൾ. ഇവിടങ്ങളിൽ കേന്ദ്രസേന സുരക്ഷയൊരുക്കും. 3,621 ബൂത്തുകളിൽ തത്സമയ വെബ്കാസ്റ്റിംഗ് സംവിധാനം ഒരുക്കും. 16ലധികം സ്ഥാനാർത്ഥികളുള്ള ആറ്റിങ്ങൽ, തിരുവനന്തപുരം, വയനാട് ഒഴികെയുള്ള മണ്ഡലങ്ങളിൽ 2 ബാലറ്റ് യൂണിറ്റുകളും സജ്ജീകരിക്കുന്നുണ്ട്. റിപ്പോർട്ട്, കൊച്ചി. കേരളം വിധിയെഴുതാൻ ഇനി ഒരു രാത്രിയുടെ താമസം മാത്രം. രാഷ്ട്രീയ കക്ഷികളുടെ അവസാനവട്ട കണക്കുകൂട്ടലുകൾ എങ്ങനെയൊക്കെ, ഏതൊക്കെ അന്തർധാരകളെ, അടിയൊഴുക്കുകളെ ഈ തെരഞ്ഞെടുപ്പിൽ പ്രതീക്ഷിക്കണം? ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ കോൺഗ്രസ്, ശ്രീ ബി ഗോപാലകൃഷ്ണൻ BJP, ശ്രീ CR നീലകണ്ഠൻ സാമൂഹ്യ പ്രവർത്തകൻ, ശ്രീ ജേക്കബ് ജോർജ് മാധ്യമപ്രവർത്തകൻ, ശ്രീ KT കുഞ്ഞിക്കണ്ണൻ CPIM എന്നിവരാണ് ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ആദ്യം ശ്രീ KT കുഞ്ഞിക്കണ്ണൻ, ഇനിയിപ്പോൾ പ്രകടമായ രാഷ്ട്രീയത്തെക്കാൾ അടിയൊഴുക്ക് എന്ത് എന്നുള്ളത് വളരെ പ്രധാനമായിരിക്കും ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച്. അങ്ങനെ ഇനിയും വിധി എഴുതാത്ത വോട്ടർമാരുടെ, ഫ്ലോട്ടിംഗ് വോട്ടർമാരുടെ ചായ്വ് എങ്ങോട്ടാണ് എന്നുള്ളത് നിർണായകമാകാനുള്ള സാധ്യതയുണ്ടോ? ഇത് പൂർണ്ണമായും പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് എങ്കിൽ പോലും മറ്റ് പല വിഷയങ്ങളും ഇതിൻ്റെ വിധി നിർണ്ണയിക്കാനുള്ള സാധ്യതയെ എത്രമാത്രം CPIM കാണുന്നു? വോട്ടർമാർ ഏറെക്കുറെ അവരുടെ തീരുമാനം എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ഇരു മുന്നണികളും ഈ രാജ്യത്തെ ജനങ്ങളോട് അവരുടെ നിലപാട് അവതരിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പ്രധാനമായും കോൺഗ്രസും BJPയും നമുക്കറിയാം ഈ തെരഞ്ഞെടുപ്പിൽ രാജ്യം നേരിടുന്ന രാഷ്ട്രീയം ചർച്ച ചെയ്യപ്പെടരുത്. കേരളം പോലൊരു സമൂഹം വളരെ രാഷ്ട്രീയ പ്രബുദ്ധമാണ്. അത്തരമൊരു സമൂഹത്തിൻ്റെ രാഷ്ട്രീയ പ്രബുദ്ധതയെ വെല്ലുവിളിക്കുന്ന രീതിയിൽ വളരെ മനഃശാസ്ത്രപരമായ ഒരു കടന്നാക്രമണം ഇടതുപക്ഷത്തിനെതിരായി നടത്താനുള്ള കുത്സിതമായ നീക്കമാണ് 2 മുന്നണികളും സ്വീകരിച്ചത്. കാരണം പ്രധാനപ്പെട്ട രാഷ്ട്രീയ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാതെ ശബരിമലയുമായി ബന്ധപ്പെട്ട് മതവും ജാതിയും വിശ്വാസവും മിത്തും ഒക്കെ ചർച്ച ചെയ്യാൻ 2 കൂട്ടരും ശ്രമിച്ചു നോക്കി. മറുഭാഗത്താണെങ്കിൽ എന്താണ്, ഇടതുപക്ഷത്തിനെതിരായിട്ട് ഗൗരവാവഹമായ ഒരു രാഷ്ട്രീയ വിമർശനം അസാധ്യമായതുകൊണ്ട് അക്രമ രാഷ്ട്രീയത്തെക്കുറിച്ച്, കൊലപാതക രാഷ്ട്രീയത്തെക്കുറിച്ച് ചർച്ച ചെയ്യാനാണ് അവർ ശ്രമിച്ചത്. പക്ഷേ ഈ 2 വിഷയങ്ങളും കേരളത്തിലെ വോട്ടർമാർ തള്ളിക്കളഞ്ഞിട്ടുണ്ട് എന്നാണ് എനിക്ക് നിരീക്ഷിക്കാൻ കഴിയുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ കേന്ദ്ര സർക്കാരിൻ്റെ വർഗീയ ഫാസിസ്റ്റ് നയങ്ങളെ, കഴിഞ്ഞ 5 വർഷക്കാലമായി തീവ്രഗതി ആർജിച്ച നവലിബർ നയങ്ങളെ, കോർപ്പറേറ്റ് അനുകൂല നയങ്ങളെ പുറന്തള്ളാനുള്ള ഒരു അവസരമായിട്ടാണ് കേരളത്തിലെ വോട്ടർമാർ ഈ തെരഞ്ഞെടുപ്പിനെ കാണുക. അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും വർഗീയതക്കെതിരായിട്ട് ഒരു മതനിരപേക്ഷ ഗവൺമെന്റ് രൂപീകരിക്കുന്നതിന് വിശ്വസ്തയോടുകൂടി നേതൃത്വം കൊടുക്കാൻ കഴിയുന്ന, അതിൽ പങ്കാളികളാകാൻ കഴിയുന്ന, അതിൽ ദേശീയ തലത്തിൽ ഇന്ന് ഏറ്റവും നല്ല രീതിയിൽ ഇടപെടാൻ കഴിയുന്ന ശക്തി എന്ന നിലക്ക് ഇടതുപക്ഷത്തിന്റെ പ്രതിനിധികളെ പരമാവധി കേരളത്തിലെ ജനങ്ങൾ ഇന്ത്യൻ പാർലമെന്റിലെത്തിക്കും. 17ാം ലോകസഭ കേരളത്തിൽ നിന്ന് പോകുന്ന
എംപിമാരുടെ, പ്രത്യേകിച്ച് ഇടതുപക്ഷ എംപിമാരുടെ സ്വാധീന ഫലമായിട്ട് കൂടിയായിരിക്കും മോഡിയെ BJP സർക്കാരിനെ മാറ്റി നിർത്തി ഒരു മതനിരപേക്ഷ ഗവൺമെന്റ് ഉണ്ടാക്കുക. കോൺഗ്രസും BJPയും ഇടതുപക്ഷത്തെ ടാർഗറ്റ് ചെയ്യുകയാണ് ചെയ്തത്. ഇപ്പോൾ ഞാൻ പ്രധാനമായിട്ടും തെരഞ്ഞെടുപ്പിന്റെ ചുമതല വഹിച്ച ഒരു മണ്ഡലം വടകര മണ്ഡലമാണ്. വടകര മണ്ഡലത്തിൽ കോൺഗ്രസിന്റെയും BJPയുടെയും നേതാക്കന്മാർ ഈ ദേശീയ രാഷ്ട്രീയത്തിലെ ഒരു കാര്യവും ചർച്ചയില്ല. തങ്ങളുടെ വികസന നേട്ടങ്ങളെക്കുറിച്ച് BJPക്കാർ സംസാരിച്ചില്ല. കോൺഗ്രസ്സുകാരാണെങ്കിൽ 5 വർഷത്തെ ജനദ്രോഹ നയത്തെക്കുറിച്ച് ഒരു കാര്യം പോലും പറയാൻ തയ്യാറായില്ല. അവരെല്ലാവരും തന്നെ എന്താണ് അക്രമ രാഷ്ട്രീയവും കൊലപാതക രാഷ്ട്രീയവും പറഞ്ഞു. പക്ഷേ അത് വടകരയിലെ ബഹുജനങ്ങൾക്ക് കാര്യം മനസ്സിലായി. UDF പ്രവർത്തിക്കാൻ പോലും ആളെ കിട്ടാത്ത ഒരു തെരഞ്ഞെടുപ്പ് വിചാരം ഞാൻ താങ്കളിലേക്ക് മടങ്ങിയെത്താം. ശ്രീ CR നീലകണ്ഠൻ, ഇവിടെ ശ്രീ KT കുഞ്ഞിക്കണ്ണൻ പറയുന്നത് മാതിരി ദേശീയ രാഷ്ട്രീയ സാഹചര്യങ്ങൾ മാത്രമായിരിക്കുമോ വിധി നിർണ്ണയിക്കുക? സാമുദായികമായ ഗ്രൂപ്പിങ്ങുകൾ, അന്തർധാരകൾ ഇവയൊക്കെ അവസാന നിമിഷങ്ങളിൽ സംഭവിക്കാം. അങ്ങനെ സംഭവിച്ച ചരിത്രവുമുണ്ട്. ഈ തവണത്തെ തെരഞ്ഞെടുപ്പ് ഒരു നാഷണൽ പെർസ്പെക്റ്റീവിലാണെങ്കിലും ഇവിടെ കളം മാറ്റാൻ കഴിയുന്ന ധാരാളം സംസ്ഥാന വിഷയങ്ങളില്ലേ? ഇത് ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇവിടെ 2 കോടിയിലധികം വോട്ടർമാർ പങ്കെടുക്കുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ തീർച്ചയായും 2 കോടി വോട്ടർമാർക്കും ഓരോരുത്തർക്കും ഈ തെരഞ്ഞെടുപ്പിൽ തങ്ങൾ എന്തുകൊണ്ട് വോട്ട് ചെയ്യണം എന്ന രൂപത്തിലുള്ള ചിന്തയുണ്ടാവും. അവരെ പല ഘടകങ്ങൾ സ്വാധീനിക്കും. ഒരു വീട്ടിലുള്ള 2 ആളെ തന്നെ 2 ഘടകങ്ങളായിരിക്കും ചിലപ്പോൾ സ്വാധീനിക്കുക. അത്രയ്ക്കും സൂക്ഷ്മമാണ് കേരളത്തിൻ്റെ രാഷ്ട്രീയ രംഗം. അതുകൊണ്ട് നേരത്തെ അഭിലാഷ് പറഞ്ഞതുപോലെ പരമ്പരാഗതമായി നമ്മുടെ നാട്ടിൽ കക്ഷി രാഷ്ട്രീയം, ജാതി, മതം, വ്യക്തിബന്ധങ്ങൾ, പിന്നെ പ്രാദേശികവും അല്ലാത്തതുമായ വിഷയങ്ങൾ, ഇപ്പോൾ ശബരിമല വരാം, അക്രമ രാഷ്ട്രീയം വരാം, അതുപോലെ മറ്റു രീതിയിലുള്ള നിരവധി ഘടകങ്ങൾ, ജാതി ഉപജാതി ഒക്കെ വരാം. പിന്നെ മാത്രമല്ല ഇപ്പോൾ ദേശീയ വിഷയം, ഞാനത് കുഞ്ഞിക്കണ്ണൻ പറയുമ്പോൾ എനിക്കത് ഒരു കാര്യം തോന്നിയത്, ദേശീയ വിഷയത്തിലേക്ക് ഊന്നിയില്ല എന്ന് പറയാൻ പറ്റില്ല. ഇപ്പോൾ രാഹുൽ ഗാന്ധിയെ പോലെ ഒരാൾ കേരളത്തിൽ വന്ന് മത്സരിക്കുമ്പോൾ തന്നെ ദേശീയ ശ്രദ്ധയിലേക്കും ദേശീയ വിഷയത്തിലേക്കും അത് വരികയാണ്. അത് ഗുണമോ ദോഷമോ എന്നൊക്കെ ഓരോരുത്തർക്കും അവനവൻ്റെ രീതിയിൽ ചിന്തിക്കാം. പക്ഷേ ദേശീയ രാഷ്ട്രീയം വരുന്നു. രണ്ടാമത്തെ വിഷയം, കേരളത്തിൽ എപ്പോഴും നമ്മളിപ്പോൾ ജഗീബ് ജോർജിനൊക്കെ എന്നേക്കാൾ നന്നായി ചില പറയാൻ പറ്റും. കേരളത്തിൽ എപ്പോഴും പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിനെ ഇവിടുത്തെ ആളുകൾ കാണുന്ന ഒരു പ്രത്യേക രീതിയിലാണ്. അസംബ്ലി തെരഞ്ഞെടുപ്പ് വന്നാൽ വേറെയാണ്, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വന്നാൽ വേറെയാണ്. ഇപ്പോൾ കേരളത്തിൻ്റെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് LDF UDF വന്നതിന് ശേഷം ഞാനൊരു കണക്ക് നോക്കിയത് വളരെ റഫായിട്ട് 1980 മുതൽ ഇപ്പോൾ 2014 വരെ നടന്ന തെരഞ്ഞെടുപ്പ് 10 തെരഞ്ഞെടുപ്പുകളിൽ ജനറലി ഞാൻ എന്ന് പറയുന്നു UDFന് അനുകൂലമായിട്ടാണ് വരാറ്. അതിന് കാരണം കേന്ദ്രത്തിൽ കോൺഗ്രസ് ഉണ്ട്. 3 തവണ മാത്രമാണ് അങ്ങനെയെല്ലാം സംഭവിച്ചത്. 80-ൽ ഇന്ദിരാഗാന്ധി തിരിച്ചു വരുമോ എന്ന് ഉറപ്പില്ലാത്ത 80-ൽ, 96-ൽ ബാബറി മസ്ജിദ് പൊളിച്ചു കഴിഞ്ഞതിന് ശേഷം നരസിംഹറാവു ഉണ്ടാക്കിയ അനാസ്ഥയിൽ, 2004-ൽ ഇന്ത്യ ഷൈനിങ് എന്ന വാജ്പേയിയുടെ മുദ്രാവാക്യത്തിനെതിരായി വോട്ട് ചെയ്തപ്പോൾ, അല്ലാത്ത എല്ലാ ഘട്ടത്തിലും UDFന് അനുകൂലമായ ഒരു ചലനം കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. അത് നമ്മുടെ മുമ്പിലുള്ള സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. അത് രാഷ്ട്രീയം മാത്രമല്ല, പല ഘടകങ്ങളും. അപ്പോൾ ദേശീയ വിഷയത്തിലേക്ക് കൂടുതൽ വന്നാൽ അത് ആർക്കാ ഗുണകരമാവുക എന്ന ചോദ്യമുണ്ട്. ശബരിമല പോലെയുള്ളൊരു വിഷയം തീർച്ചയായും BJP അത് ആളിക്കത്തിക്കും, കോൺഗ്രസ് അതിൻ്റെ സൈഡിൽ നിൽക്കും, യാതൊരു സംശയവുമില്ല. അതുപോലെ അക്രമ രാഷ്ട്രീയം, പ്രത്യേകിച്ച് ഇപ്പോൾ കുഞ്ഞിക്കണ്ണൻ പറഞ്ഞ ഉത്തര കേരളത്തിൽ ഒരു സംശയവുമില്ല, അക്രമ രാഷ്ട്രീയം ഇതിൽ വിധി നിർണ്ണയിക്കുന്ന ഒരു ഘടകമാകും. ഇതെല്ലാം അതുപോലെ അഴിമതി വരും. ഇപ്പോൾ PV അൻവറിനെ പോലെയുള്ള സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് വരുമ്പോൾ അതിൻ്റെ വിഷയങ്ങൾ വരും, ജോയ്സ് ജോർജിൻ്റെ വിഷയം വരും, ജയരാജൻ്റെ മേലാ വിഷയം വരും, ഇപ്പോൾ MK രാഘവന് കോഴിക്കോട് അത് നേരിടേണ്ടി വരും. ഇതെല്ലാവർക്കും ഇത് ഒക്കെ ഇതിൽ ഘടകമാണ്. എത്രത്തോളം എന്നുള്ളത് നമുക്ക് മെയ് 23 ശരി. ശ്രീ ജേക്കബ് ജോർജ്, താങ്കൾ ഇപ്പോൾ ഉള്ള തിരുവനന്തപുരത്തും താങ്കളുടെ സ്വന്തം മണ്ഡലമായ പത്തനംതിട്ടയിലുമാണ് ഏറ്റവും രസകരമായ, ഏറ്റവും ആവേശകരമായ ത്രികോണ മത്സരം നടക്കുന്നത് എന്ന സാഹചര്യം കൂടിയുണ്ട്. നമ്മൾ പരമ്പരാഗതമായി ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ തന്നെ കണ്ട് ശീലിച്ചിട്ടുള്ള വോട്ടിംഗ് പാറ്റേൺ ഈ തവണ പ്രതീക്ഷിക്കുന്നതിൽ അർത്ഥമുണ്ടോ? അതിനേക്കാൾ അപ്പുറത്ത് കേരളം ഒരു രാഷ്ട്രീയമായ ഒരു ടെക്ടോണിക് ഷിഫ്റ്റ് എന്നൊക്കെ പറയാൻ കഴിയുന്ന വിധത്തിൽ വോട്ടിംഗ് പ്രിഫറൻസിലും വോട്ടിംഗ് പാറ്റേണിലുമുള്ള ഒരു മാറ്റം നമ്മൾ മെയ് 23-ാം തീയതി പെട്ടിപൊട്ടിക്കുമ്പോൾ കാണേണ്ടി വരുമോ? അഭിലാഷേ, ഓരോ തെരഞ്ഞെടുപ്പിനും അതിൻ്റേതായ പ്രത്യേകതകളുണ്ട്. നമ്മുടെ ചരിത്രത്തിൽ ബഹുമാനപ്പെട്ട CR നീലകണ്ഠൻ ചൂണ്ടിക്കാണിച്ചതുപോലെ ഇങ്ങോട്ട് നോക്കുകയാണെങ്കിലേ ഓരോ തെരഞ്ഞെടുപ്പിനും അത് കേരളീയരുടെ, മലയാളിയുടെ മനസ്സിനകത്തുള്ള രാഷ്ട്രീയം കൊണ്ടാണ്. ആ രാഷ്ട്രീയമായ ചേരിതിരിവ് കേരളത്തിൽ വളരെ ശക്തമായിട്ട് പ്രകടമാണ്. അതിൻ്റെ അപ്പുറത്തേക്കാണ് ചില വിഷയങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ, സാധാരണ ഓരോ തെരഞ്ഞെടുപ്പിലും ഉണ്ടാകുന്ന പ്രത്യേക വിഷയം പോലെ ഈ തെരഞ്ഞെടുപ്പിലുണ്ടാകുന്ന പ്രത്യേക വിഷയമാണ് ശബരിമല.
ഇപ്പം ഞാനിപ്പോൾ ഇരിക്കുന്ന തിരുവനന്തപുരവും എൻ്റെ നാടായ പത്തനംതിട്ടയും പിന്നെ തൃശ്ശൂർ പാലക്കാട് ഈ 4 മണ്ഡലങ്ങളിൽ പ്രകടമായ ഒരു ശബരിമല ഒരു പ്രകടമായ വിഷയമാണ്. അത് വോട്ടർമാരിൽ ഒരു സംഘം വോട്ടർമാരിൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. ഇപ്പം തിരുവനന്തപുരത്ത് കുമ്മനം ജയിക്കും എന്ന മട്ടിലൊക്കെ ഒരു പ്രചാരണം നടക്കുന്നുണ്ട്. 1-2 സർവേകളിൽ കുമ്മനം മുമ്പിലെത്തിയേക്കും എന്ന രീതിയിലുള്ള സൂചനയുണ്ടായി. യഥാർത്ഥത്തിൽ അത് അങ്ങനെ ഒരു സൂചന നേരത്തെ വരുമ്പോൾ തന്നെ അതിന് ബദലായിട്ടുള്ള നീക്കങ്ങളും നടക്കും. അത് കക്ഷി രാഷ്ട്രീയത്തിനൊക്കെ അതീതമായിട്ട് ഈ രാഷ്ട്രീയ കക്ഷികൾ തന്നെ ചിലപ്പോൾ അതിൻ്റെതായ ഒരു സംവിധാനം, രാഷ്ട്രീയ കക്ഷി നേതൃത്വം ഒന്നും അറിയാതെ അംഗങ്ങൾ തന്നെ ചില നിലപാടുകൾ സ്വീകരിക്കാം. കേരളം രാഷ്ട്രീയമായിട്ട് മനസ്സ് നിറച്ച് രാഷ്ട്രീയമാണ് മലയാളികളുടെ. അതുകൊണ്ട് അവൻ്റെ മനസ്സിലെ രാഷ്ട്രീയം, അവൻ്റെ മനസ്സിലെ സമുദായ ബോധം, അപ്പുറത്ത് അവൻ്റെ മനസ്സിലെ സാമൂഹ്യ ബോധം, ഇതെല്ലാം അതിൻ്റെതായ പങ്ക് വഹിക്കും. തീർച്ചയായിട്ടും അത്ഭുതകരമായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൻ്റെ വിജയം. ഈ തെരഞ്ഞെടുപ്പിൽ ആരൊക്കെ വിജയിക്കും, 20 സീറ്റിൽ ആരൊക്കെ വിജയിക്കും, ജനങ്ങളുടെ അംഗീകാരം നേടും എന്നുള്ളത് എന്തൊക്കെയാണെങ്കിലും കൗതുകമുയർത്തുന്ന സംഭവമായിരിക്കും എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. തീർച്ചയായും. ഡൊമിനിക് പ്രസന്റേഷൻ, കോൺഗ്രസ് നേതാവ് ഡൊമിനിക് പ്രസന്റേഷൻ, ഈ തെരഞ്ഞെടുപ്പ് UDFന് ഭൂരിപക്ഷം സീറ്റുകൾ നൽകണമെങ്കിൽ ഒരു കാരണം വേണമല്ലോ. അങ്ങനെ സ്വാഭാവികമായി നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടാകും. ആ കാരണം എന്താണ്? കാരണം മറ്റൊന്നുമല്ല, മോഡി ഭരണം അവസാനിക്കണമെന്നാണ് കേരളത്തിലെ ബഹുഭൂരിപക്ഷം ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. അത് നടപ്പാക്കണമെന്നുണ്ടെങ്കിൽ കോൺഗ്രസിന് കൂടുതൽ സീറ്റുകൾ കിട്ടണം. അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ഇപ്പൊ ഞങ്ങള് ജനങ്ങളുമായി ഇന്ററാക്ഷൻ വരുമ്പോഴേക്കും ഈവൻ ലേഡീസ് പോലും, സ്ത്രീകൾ പോലും പറയുന്നത് ഈ മോഡിയെ ഒഴിവാക്കണം, നിങ്ങൾ ജയിച്ചേ മതിയാവുന്നതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഉറപ്പുണ്ട് ബഹുഭൂരിപക്ഷ സീറ്റുകളിലും കേരളത്തിൽ ഞങ്ങൾ ജയിക്കും. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷെ മോഡി ഭരണം അവസാനിക്കണം എന്നുള്ള ജനങ്ങളുടെ ഒരു ആഗ്രഹമുണ്ട്. ആ ആഗ്രഹത്തിന് കോൺഗ്രസിന് ജയിച്ചാൽ മതിയാവൂ എന്ന് ജനങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. അത് തന്നെയാണ് ഞങ്ങളുടെ ശക്തി. തീർച്ചയായും. ശ്രീ ബി ഗോപാലകൃഷ്ണൻ, ഇപ്പോൾ ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ പറഞ്ഞ സാഹചര്യം കേരളത്തിലെ വിവിധ സർവേകൾ, ഇന്ത്യ ടുഡേ മുതൽ ഏറ്റവും ഒടുവിൽ ന്യൂസ് 24 വരെ നടത്തിയിട്ടുള്ള സർവേകളിൽ പറഞ്ഞിരുന്നു. അതായത് കേരളത്തിൽ ആണ് നരേന്ദ്രമോദിക്ക് പോപ്പുലാരിറ്റി ഏറ്റവും കുറവ്, കേരളത്തിലാണ് നരേന്ദ്രമോദിയെ അപേക്ഷിച്ച് രാഹുൽ ഗാന്ധിക്ക് പോപ്പുലാരിറ്റി ഏറ്റവും കൂടുതലും. ഇങ്ങനെ ഒരു സിറ്റുവേഷൻ കേരളത്തെ സംബന്ധിച്ചിട്ടുണ്ട്. അപ്പോൾ മോദി വിരുദ്ധതയായിരിക്കും ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച്, കേരളത്തിലെ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചൊരു പ്രധാനപ്പെട്ട വോട്ടിംഗ് പോയിന്റ്. അങ്ങനെ വരുമ്പോൾ അതിൻ്റെ ആനുകൂല്യം LDFനായിരിക്കുമോ UDFനായിരിക്കുമോ താങ്കളുടെ കാഴ്ചപ്പാടിൽ, BJP വക്താവ് എന്നുള്ള നിലയിൽ? ഇപ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും വലിയ പ്രത്യേകത നരേന്ദ്രമോദിയും BJPയും ആണ്. കാരണം ഇതിനു മുമ്പ് ഒരിക്കലും ഇങ്ങനെ BJPയെ കേന്ദ്രീകൃതമായിട്ടുള്ള, BJP വെച്ച അജണ്ടയെ കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടായിട്ടില്ല. തെരഞ്ഞെടുപ്പുകൾ പല പ്രാവശ്യമുണ്ടായപ്പോഴും പലതരത്തിലുള്ള ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും എല്ലാം ഉണ്ടായെങ്കിലും ഇടതുപക്ഷവും വലതുപക്ഷവും നരേന്ദ്രമോദിയെ തോൽപ്പിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് മത്സരിക്കുന്നു. അതിനപ്പുറത്ത് ശബരിമല വിഷയത്തിൽ BJP ഉയർത്തിക്കൊണ്ടുവന്നിട്ടുള്ള കാഴ്ചപ്പാടിന് വിരുദ്ധമായിട്ട് ശബരിമലയെ മുൻനിർത്തിക്കൊണ്ടുള്ള പ്രചരണം നടക്കുന്നു. അപ്പോൾ ഇൻ ടോട്ടോ അതിന്റെ പ്രകടിതമായ രൂപം എന്ന് പറയുന്നത്, റിസൾട്ടിലേക്ക് വരുമ്പോൾ അത് വരുന്നത് നരേന്ദ്രമോദി എന്ന് പറയുന്ന ഇന്ത്യയുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയെ കുറിച്ചുള്ള ഒരു ചർച്ചയാണ്. അപ്പൊ സ്വാഭാവികമായും പ്രധാനമന്ത്രി എന്താണ് ചെയ്തത്, പ്രധാനമന്ത്രി ചെയ്തത് എന്തെങ്കിലും ഉണ്ടോ, പ്രധാനമന്ത്രി വികസനം ചെയ്തിട്ടുണ്ടോ, ആരാണ് പ്രധാനമന്ത്രി, ഈ ചർച്ചയും സ്വാഭാവികമായി നടക്കും. അങ്ങനെ വരുന്ന സമയത്ത് നരേന്ദ്രമോദി എന്ന് പറഞ്ഞ് ഇന്ന് ലോകം മുഴുവനും ആദരിക്കുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ, പ്രത്യേകിച്ച് UAE പോലെയുള്ള രാജ്യങ്ങളിൽ ധാരാളം ആളുകൾ കേരളത്തിലുണ്ട്. കേരളത്തിൽ നിന്നുള്ള ധാരാളം ആളുകൾ അറബ് രാജ്യത്തിലുണ്ട്. അറബ് രാജ്യത്തിന്റെ ഏറ്റവും പരമോന്നത ബഹുമതി നരേന്ദ്രമോദിക്ക് കൊടുക്കുമ്പോൾ സ്വാഭാവികമായും നരേന്ദ്രമോദിയെ കുറിച്ച് ചർച്ച എല്ലാവരുടെ ഇടയിലും ഉണ്ടാവാം. അങ്ങനെ വരുമ്പോൾ മോദി ഫാക്ടർ ഒരു ഘടകമാകുന്നു. ആ മോദി ഫാക്ടർ എങ്ങനെയാണ് മോദിയെ പരാജയപ്പെടുത്തുക എന്ന രീതിയിലാണോ, അതോ എങ്ങനെയാണ് മോദിയെ വിജയിപ്പിക്കുക എന്ന രീതിയിലാണോ എന്ന് പറയണമെങ്കിൽ തീർച്ചയായിട്ടും ഭാരതീയ ജനതാ പാർട്ടിയും അതുപോലെ ഇതര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും വരുന്ന റിസൾട്ടിന്റെ അടിസ്ഥാനത്തിൽ എന്ന് പറയാൻ കഴിയും. അതിനകത്തൊരു പ്രധാനപ്പെട്ട വിഷയമുണ്ട്. ഇവിടെ പാർട്ടി എന്ന നിലയിൽ കമ്പയർ വിത്ത് മാർക്സിസ്റ്റ് പാർട്ടി, കമ്പയർ വിത്ത് കോൺഗ്രസ്, BJPയെ സംബന്ധിച്ചിടത്തോളം BJP അവരുടെ അത്ര ശക്തിയുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയല്ല. കേരള ബേസിൽ BJP ശക്തിയാണെങ്കിലും അതുകൊണ്ടുള്ള തകരാറുകൾ ഉണ്ടെങ്കിലും
മോദിയെ കുറിച്ചുള്ള സ്വാധീനവും നരേന്ദ്രമോദിയോടുള്ള താല്പര്യവും കാരണമാണ് BJP ഒരു ഉജ്ജ്വലമായ ഒരു പൊസിഷനിലേക്ക് വരാൻ പോകുന്നത്. BJP മികച്ച ഒരു പൊസിഷനിലേക്ക് വരുമെന്നാണ് BJPയുടെ ആത്മവിശ്വാസം. ഞാൻ മടങ്ങിയെത്താം. ശ്രീ KT കുഞ്ഞിക്കണ്ണൻ, രണ്ട് കാര്യങ്ങൾ. ഒന്ന്, കോൺഗ്രസ് മുന്നോട്ട് വെച്ചിട്ടുള്ള കാര്യം, മോഡിക്കൊരു ആൾട്ടർനേറ്റീവ് എന്നുള്ളത് ഞങ്ങളാണ്, ദേശീയ തലത്തിൽ സർക്കാർ രൂപീകരിക്കാൻ കഴിയുന്ന കക്ഷി എന്നുള്ള പ്രാധാന്യവും പ്രാമുഖ്യവും ഞങ്ങൾക്കുണ്ട്, അതുകൊണ്ട് ജനങ്ങൾ ഞങ്ങൾക്കാണ് വോട്ട് ചെയ്യേണ്ടത് എന്ന ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ്റെ പോയിന്റ്. രണ്ടാമത്തേത് BJP മുന്നോട്ട് വെച്ച പോയിന്റ്, BJP നിശ്ചയിച്ച അജണ്ടയിലാണ് ഇവിടുത്തെ തെരഞ്ഞെടുപ്പ് ചർച്ചകൾ, തെരഞ്ഞെടുപ്പ് വ്യവഹാരം, തെരഞ്ഞെടുപ്പ് പ്രചാരണം നടന്നത് എന്നുള്ളത്. ഇതിന് രണ്ടിനും താങ്കൾക്ക് മറുപടി ഉണ്ടാകുമല്ലോ. അല്ല, ഇവിടെ ജേക്കബ് ജോർജും അതേപോലെ തന്നെ നീലകണ്ഠനും ഒക്കെ പറഞ്ഞതുപോലെ നിരവധി ഘടകങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ നിർണ്ണയിക്കും, ജനങ്ങളുടെ സമ്മതിദാന രേഖപ്പെടുത്തുന്നതിനെ നിർണ്ണയിക്കും. പക്ഷെ കേന്ദ്ര പ്രശ്നം എന്ത് എന്നുള്ളതാണ്. കേന്ദ്ര പ്രശ്നം കഴിഞ്ഞ 5 വർഷക്കാലത്തെ ജനദ്രോഹ നയങ്ങളാണ്. BJP സർക്കാരിൻ്റെ സൗകര്യത്തിൽ സംഘപരിവാർ നടത്തിയ അസഹിഷ്ണുതയും അക്രമോത്സുകതയുമാണ്. അതിനെതിരായിട്ട് കേന്ദ്രത്തിൽ ഒരു മതനിരപേക്ഷ ഗവൺമെൻറ് ഉണ്ടാവണം. ആ മതനിരപേക്ഷ ഗവൺമെൻറ് രൂപീകരിക്കാൻ BJPയെ അകറ്റി നിർത്താൻ 2004 എന്ന പോലെ ഏറ്റവും നല്ല രീതിയിൽ മുൻകൈയെടുക്കാൻ കഴിയുക ഇടതുപക്ഷത്തിനാണ് എന്ന നല്ല ബോധ്യം കേരളത്തിലെ വോട്ടർമാർക്കുണ്ട്. കാരണം മറ്റൊന്നുകൊണ്ടുമല്ല, തെരഞ്ഞെടുപ്പ് ഗോതയിൽ തന്നെ K. സുധാകരൻ പരസ്യം കൊടുക്കുകയാണ്. തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷമാണ്. K. സുധാകരനെ പോലുള്ള കോൺഗ്രസ്സുകാർ BJPയിലേക്ക് കാല് നീട്ടി നിൽക്കുന്ന ആളുകളാണ്. അവരെ വിശ്വസിക്കാനാവില്ല എന്ന അവസ്ഥ ഇന്ത്യയിലുണ്ട്. കോൺഗ്രസ് MP-മാർ, കോൺഗ്രസ് നേതാക്കന്മാർ ഒന്നിന് പിറകെ ഒന്നായിട്ട് BJPയിൽ പോവുകയാണ്. അപ്പോൾ തെരഞ്ഞെടുപ്പിന്റെ മുഖത്ത് നിന്നുകൊണ്ട് സുധാകരൻ പരസ്യം കൊടുക്കുകയാണ്, ഞാൻ ജയിച്ചാൽ BJP പോവില്ല. ഈ ഒരു ഗതികേടിലേക്ക്, രാഷ്ട്രീയമായി ഇത്തരത്തിലുള്ള ഒരു ഗതികേടിലേക്ക് കോൺഗ്രസ് അധപ്പതിച്ചു കഴിഞ്ഞു എന്ന് മതനിരപേക്ഷ ശക്തികളാകെ മനസ്സിലാക്കുന്നുണ്ട്. കേരളം എന്ന് പറയുന്നത് അതിൻ്റെ ജനിതകഘടനയിൽ തന്നെ ബഹുസ്വരതയുണ്ട്. ഇവിടുത്തെ മൈനോറിറ്റി വിഭാഗങ്ങൾ എന്നൊക്കെ പറയുന്നത് എന്താണ്, ഇവിടുത്തെ മൈനോറിറ്റി വിഭാഗങ്ങൾ എന്ന ഭൂരിപക്ഷ സമുദായത്തോട് തൊട്ടു നിൽക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ കേരളം ഇന്ത്യക്കാകെ മാതൃകയാവുന്ന ഒരു ബഹുസ്വര സംസ്കാരത്തിൻ്റെയും കൂടി മാതൃകയാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ ജനങ്ങൾ വിവേകപൂർവ്വം അവരുടെ വോട്ട് ഉപയോഗിക്കുമ്പോൾ എനിക്കൊരു സംശയവുമില്ല ഇടതുപക്ഷത്തെയാണ് തെരഞ്ഞെടുക്കുക. ആ ഇടതുപക്ഷത്തിന് ഇപ്പോൾ ഡൊമിനിക് പ്രസന്റേഷൻ പറയുന്നത് പോലെ കോൺഗ്രസ് ദേശീയ തലത്തിൽ ആ ഒരു ബദലല്ല. ഇന്ത്യയിൽ 6 സംസ്ഥാനങ്ങളിൽ മാത്രമാണ് BJPയെ തോൽപ്പിക്കാനുള്ള മുന്നണിയുടെ ഭാഗമായി കോൺഗ്രസ് വന്നിട്ടുള്ളത്. ബാക്കി എല്ലാ സംസ്ഥാനങ്ങളുടെ സ്ഥിതി എന്താണ്? അധികാരത്തിന് വേണ്ടി, പദവിക്ക് വേണ്ടി കോൺഗ്രസ് മത്സരിക്കുക. ഏറ്റവും ഒടുവിൽ വളരെ വിട്ടുവീഴ്ചാപരമായ ചർച്ചകൾ നടത്തി രാഹുൽ ഗാന്ധി തന്നെ ഇടപെട്ടിട്ടാണ് ആം ആദ്മിയുമായിട്ട് ഡൽഹിയിൽ സീറ്റ് ധാരണയുണ്ടാക്കിയത്. ഇന്ന് നമ്മൾ ആ ഒടുവിൽ കേൾക്കുന്ന വാർത്ത എന്താണ്? കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു എന്നാണ്. അപ്പം മതനിരപേക്ഷ ശക്തികളുടെ ഒരു ഏകോപനം ദേശീയ തലത്തിൽ ഉത്തരവാദിത്വപൂർവ്വം നടത്തേണ്ട ഒരു പ്രതിപക്ഷ പാർട്ടി എന്ന നിലക്ക് കോൺഗ്രസ് അതിന്റെ ധർമ്മം നിർവഹിക്കുന്നില്ല എന്ന തിരിച്ചറിവ് ഇന്ത്യയിലെ മറ്റേതൊരു പ്രദേശത്തേക്കാളും നന്നായി ഉണ്ടാവുക കേരളത്തിലെ വോട്ടർമാർക്കാണ്. അതുകൊണ്ട് ഒരു സംശയവുമില്ല, ഇടതുപക്ഷമാണ് BJPക്ക് ബദൽ. പക്ഷെ ദേശീയ തലത്തിൽ ഇന്ത്യൻ ജനങ്ങളെ ആകെ നയിക്കാനും സ്വാധീനിക്കാനും കഴിയുന്ന ഒരു സംഘടനാ ശക്തി, ആ രീതിയിൽ ഒരു രാഷ്ട്രീയ മുന്നണി എന്ന നിലക്ക് ഇടതുപക്ഷത്തിന് നേതൃത്വം മാറി വന്നിട്ടില്ല. അങ്ങനെ ഒരു യാഥാർത്ഥ്യത്തിനകത്ത് ഇന്ത്യയിലെ മതനിരപേക്ഷവാദികളെ എല്ലാം യോജിപ്പിക്കാൻ നമുക്ക് ദേവഗൌഡ സർക്കാരിന്റെ അനുഭവമുണ്ട്, നമുക്ക് VP സിംഗ്, അതിനു മുമ്പ് BP സിംഗ് സർക്കാരിന്റെ അനുഭവമുണ്ട്. അഴിമതിക്കാരെയും വർഗീയവാദികളെയും മാറ്റി നിർത്താൻ അൽഫായിസുകളായിരുന്നു എന്ന വേറൊരു പ്രശ്നവുമുണ്ട്. അക്കാര്യത്തിൽ ഞാൻ താങ്കളിലേക്ക് വരാം. ഇവിടെ ശ്രീ CR നീലകണ്ഠൻ, 2 ഘടകങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ വരാവുന്നത്. ഒന്ന്, BJPക്ക് ഒരുപക്ഷെ കൂടി വരാവുന്ന വോട്ട് പെർസെൻറ്റേജ്, കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ വോട്ടുകൾ ഇത്തവണ BJPക്ക് കിട്ടാനുള്ള സാധ്യത, അത് എവിടെ നിന്ന് പോകും എന്ന ആദ്യത്തെ പ്രശ്നം. രണ്ടാമത്തേത്, വീണ്ടും ഒരിക്കൽ കൂടി മോദി വരുമോ എന്ന ഭീതിയിൽ, എന്ന സാഹചര്യത്തിൽ ഉണ്ടാകുന്ന ന്യൂനപക്ഷ വോട്ട് ഏകീകരണം. ഈ 2 ഘടകങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ നിർണ്ണയിക്കുന്ന ഒരു ഫാക്ടർ ആവാനുള്ള സാധ്യത എത്രമാത്രം? വളരെ വലിയ സാധ്യതയാണ്. അതിൽ BJPക്ക് ഇവർ ഈ പറയുന്നത്ര വലിയൊരു വോട്ട് ഷെയർ വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. അതിന് പല കാരണങ്ങളുണ്ട്. നേരത്തെ കുഞ്ഞിക്കണ്ണനും ഒക്കെ പറഞ്ഞതുപോലെ അതിൻ്റെ ഒരു വ്യത്യാസമുണ്ട്. പക്ഷേ രണ്ടാമത്തെ ഫാക്ടർ വരാൻ കൃത്യമായ സാധ്യതയുണ്ട്. കാരണം മോഡി വരരുത് എന്ന് ഞാൻ ന്യൂനപക്ഷം എന്നല്ല പറയുന്നത്. മതേതര വോട്ടുകളുടെ ഏകീകരണം ഇന്ത്യയൊട്ടാകെ ഉണ്ടാകണം. അത് ന്യൂനപക്ഷം പെടും, ഭൂരിപക്ഷത്തിൽ പെടുന്ന മതേതര ആളുകൾ പെടും. അതിൻ്റെ ഏകീകരണം ഉണ്ടാകും. കുഞ്ഞിക്കണ്ണൻ പറഞ്ഞതുപോലെ അഖിലേന്ത്യാ തലത്തിൽ അങ്ങനെ ഒരു ഏകീകരണം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. അതിൽ കോൺഗ്രസിൻ്റെ പങ്കുണ്ട്, മറ്റു പലരുടെയും പങ്കുണ്ട്. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. 2004 ഉണ്ടായ ഉദാഹരണം ഇവിടെ പൂർണ്ണമായും ശരിയല്ല എന്നൊരഭിപ്രായം എനിക്കുണ്ട്. അതിന് കാരണം 2004 ഘട്ടത്തിൽ കോൺഗ്രസ് ഒരിക്കലും ഏതെങ്കിലും ഒരു നേതാവിനെയോ അല്ലെങ്കിൽ ഒരു ബദലിനെയോ മുമ്പോട്ട് വച്ചില്ല.
അന്ന് ആര് വരുമെന്നറിയില്ല. മൻമോഹൻ സിംഗ് തന്നെ വന്നത് ഒരു സർപ്രൈസ് കാൻഡിഡേറ്റ് പോലെയാണ്. സോണിയാഗാന്ധി പ്രധാനമന്ത്രി ആവില്ല എന്ന് വന്നു, ആവുമെന്നൊരു പ്രചരണമില്ല. ഇവിടെ അങ്ങനെ ഒരു പ്രചരണമുണ്ട്. ഇവിടുത്തെ മതന്യൂനപക്ഷ വോട്ടുകൾ കോൺഗ്രസിന് അനുകൂലമാകാനുള്ള ഒരു സാഹചര്യം ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി എന്ന നിലയിൽ ഞാൻ കാണുന്നത് ഈ കാരണം കൊണ്ടാണ്. അങ്ങനെ ചില പഠനങ്ങളും ചില റിപ്പോർട്ടുകളും വന്നിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ നേരത്തെ ചോദിച്ചു ഏത് വോട്ടാണ് BJP കൂടുതലായി പിടിക്കുക, ആ പിടിക്കുന്ന വോട്ട് ആരുടെ വോട്ടാണ് എന്ന് ചോദ്യം. അല്ലെങ്കിൽ ആരുടെ വോട്ടെന്നൊന്നും ഞാൻ പറയില്ല, പരമ്പരാഗതമായി ആർക്ക് ചെയ്തിരുന്ന വോട്ടാണ്. ആരുടെ വോട്ടെന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെ ഏതെങ്കിലും ഒരു പാർട്ടിക്ക് ഇത്ര വോട്ട് ഇങ്ങനെ ഫിക്സഡ് ഡെപ്പോസിറ്റാണെന്നും കാണുന്ന ഒരാളല്ല ഞാൻ. ആളുകൾ ഓരോ തവണയും പോയി വോട്ട് ചെയ്യുക. പക്ഷേ പരമ്പരാഗതമായി ആർക്ക് വോട്ട് ചെയ്തിരുന്ന വോട്ട് അവിടെ വരുമ്പോൾ ഞാൻ പ്രതീക്ഷിക്കുന്നത് ഓരോ മണ്ഡലത്തിലും ഓരോ തരത്തിലായിരിക്കും. ഇപ്പോൾ BJPക്ക് തൃശ്ശൂർ കിട്ടുന്ന വോട്ട പോലെ രൂപമായിരിക്കില്ല പാലക്കാട് കിട്ടുക, അതായിരിക്കില്ല പത്തനംതിട്ടയിൽ, അതായിരിക്കില്ല തിരുവനന്തപുരത്ത്. ഇപ്പോൾ 4 മണ്ഡലം ജേക്കബ് ജോർജ് പറഞ്ഞ 4 മണ്ഡലങ്ങൾ, അവിടെ ഈ 4 സ്ഥലത്തും പിടിക്കുന്ന വോട്ടുകൾ വ്യത്യാസം. അതിൽ തിരുവനന്തപുരത്ത് ഞാൻ കാണുന്ന ഒരു കാര്യം, കോൺഗ്രസിൽ നിന്ന് BJPക്ക് കിട്ടാവുന്ന വോട്ടൊക്കെ O രാജഗോപാലിൻ്റെ കാലം മുതൽ പിടിച്ചു കഴിഞ്ഞിരിക്കുന്നു. അവിടെ ഇനി കോൺഗ്രസ് BJPക്ക് കൊടുക്കാൻ കോൺഗ്രസിൻ്റെ വോട്ടില്ല. അല്ല, അവിടെ ശശി തരൂർ അദ്ദേഹത്തിന് കിട്ടാൻ കഴിയുന്ന പരമാവധി വോട്ടുകൾ കഴിഞ്ഞ തവണ സമാഹരിച്ച് കഴിഞ്ഞിരിക്കുന്നു എന്നൊരു വാദവും വരാം. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ശബരിമല പോലൊരു വിഷയമാണ് ഉന്നയിക്കുന്നതെങ്കിൽ അതിൽ നഷ്ടം വരാൻ സാധ്യതയുള്ള വോട്ട് അധികമായി നഷ്ടം. കോൺഗ്രസിൻ്റെ വോട്ട് BJPക്ക് പോകുന്നത് ഒരു അത്ഭുതമല്ല. അതിൽ ഒരു പെർസെൻറ്റേജിൽ കൂടിയാൽ, ഇപ്പോൾ തൃശ്ശൂർ ഒരു കണക്ക് പറഞ്ഞത് 20% കൂടുതൽ വോട്ട് സുരേഷ് ഗോപി പിടിച്ചാൽ ആണ് പ്രതാപന് നല്ലതെന്ന്. കാരണം അല്ലെങ്കിൽ 20% താഴെയാണെങ്കിൽ ആദ്യം പിടിക്കുന്ന വോട്ട് ആരുടെയാണ്? UDFൻ്റെ വോട്ടാണ്. അതും കഴിഞ്ഞ് സുരേഷ് ഗോപിയെ പോലെ ഒരു സ്റ്റാർ ക്യാമ്പയിനർ 20% കൂടുതൽ കടന്നാൽ അത് ഇടതുപക്ഷത്തിൻ്റെ വോട്ടായിരിക്കും. ഇതൊരു റഫ് കണക്കാണ്. ഇങ്ങനെ പല കണക്കുകളും, പാലക്കാടാണെങ്കിൽ അത് വേറെ കണക്കാണ്. ഇങ്ങനെ പല വിഷയങ്ങളുമുണ്ട്. അങ്ങനെ പിടിക്കുമെന്ന് കണ്ടാൽ നേരത്തെ അഭിലാഷ് ചോദിച്ചാൽ അതിൻ്റെ കൗണ്ടറും വരും. അതിൻ്റെ കൗണ്ടർ ബാലൻസ് എന്താ? ഇതിൽ ജയിക്കാൻ സാധ്യതയുള്ള സ്ഥാനാർത്ഥിക്ക് മതേതര വോട്ടുകളുടെ ഏകീകരണം ഉണ്ടാവും. ഇത് രണ്ടും കേരളം കണ്ടിട്ടുണ്ട്. ഇത് രണ്ടും ചരിത്രത്തിൽ കേരളം പല ഘട്ടത്തിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കണ്ടിട്ടുണ്ട്, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കണ്ടിട്ടുണ്ട്. അതിന് അങ്ങനെയുള്ള പരീക്ഷണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ശ്രീ ജേക്കബ് ജോർജ്, അതിനുള്ള ഒരു പ്രശ്നം, ഇപ്പോൾ ജയിക്കാൻ സാധ്യതയുള്ള BJP വിരുദ്ധ സ്ഥാനാർത്ഥിക്ക് വേണ്ടി വോട്ട് ഏകീകരണം ഉണ്ടാകുന്നു എന്ന ഒരു സങ്കല്പം വെച്ചാൽ തന്നെ, പക്ഷേ ആരാണ് ജയിക്കാൻ സാധ്യതയുള്ള സ്ഥാനാർത്ഥി എന്ന കൺഫ്യൂഷൻ വളരെ പ്രബലമാണ്. തിരുവനന്തപുരത്തായാലും പത്തനംതിട്ടയായാലും ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ്. അവിടെ അവസാനത്തെ സർവേകൾ ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥികൾക്കാണ് കൂടുതൽ സാധ്യത എന്ന് പ്രവചിക്കുന്നതാണ്. അതല്ല പരമ്പരാഗത സങ്കല്പം. ഇങ്ങനെയൊക്കെയുള്ള കൺഫ്യൂഷൻ ഉണ്ട്. അതുകൊണ്ട് ആരാണ് ജയിക്കാൻ സാധ്യതയുള്ള സ്ഥാനാർത്ഥി എന്നുള്ള തീർച്ചയില്ലായ്മയും കൺഫ്യൂഷനും ഏത് തരത്തിൽ ബാധിക്കാം, ഏത് തരത്തിൽ പ്രതിഫലിക്കാം? പക്ഷേ അഭിലാഷ്, അത് നമുക്കത് കണ്ടുപിടിക്കാൻ പറ്റില്ല. പക്ഷെ ജനങ്ങൾക്കറിയാം തിരുവനന്തപുരത്തെ പലരുടെയും സംസാരം ഇവിടെ ആര് ജയിക്കും. ഞാൻ ബഹുമാനപ്പെട്ട ഗോപാലകൃഷ്ണനോട് ഞാനൊരു മാപ്പ് ചോദിച്ചുകൊണ്ടാണ്. കാരണം ഇത് കുമ്മനം എന്നൊക്കെ പേര് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നാളെ തിരഞ്ഞെടുപ്പ് നടക്കുന്നേ ഉള്ളൂ. കുമ്മനം ജയിക്കാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് നമ്മൾ ഇന്നയാർക്ക് കുത്തണം എന്നൊക്കെ ഒരു പ്രചരണം തിരുവനന്തപുരത്ത് നടത്തുന്നുണ്ട്. അത് ന്യൂനപക്ഷങ്ങൾക്കിടയിൽ മാത്രമല്ല, എന്നോട് പറഞ്ഞിട്ടുള്ള ചില ഇടതുപക്ഷക്കാരും ബുദ്ധിജീവികളും അവരാരും ന്യൂനപക്ഷ സമുദായത്തിൽ പെടുന്നവരല്ല. അവരൊക്കെ വളരെ ശക്തമായിട്ടൊരു പ്രചരണം നടത്തുന്നുണ്ട്. ഞാൻ ആ സ്ഥാനാർത്ഥി ആരാണെന്നും പറയുന്നില്ല. അതുപോലെ എല്ലായിടത്തും നടക്കുന്നുണ്ടാവും. ഇതൊന്നും ഏകീകൃതമായി ഏതെങ്കിലും ഒരു പാർട്ടി നേതൃത്വം കൊടുത്ത് ക്രോസ് വോട്ടിങ് നടത്തുന്നതല്ല. അതങ്ങനെയാണ്. പക്ഷേ ഇവിടെ ഒരു കേരളത്തിൻ്റെ ഒരു സ്വഭാവം ഞാൻ CR നീലകണ്ഠൻ പറഞ്ഞതിൻ്റെ തുടർച്ചയായിട്ട് പറയുക. 1957 കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റാണ് കോൺഗ്രസിനെ പരാജയപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ അന്നതൊരു വലിയ സംഭവമായിരുന്നു, ചരിത്ര സംഭവമായിരുന്നു. പക്ഷെ പിന്നീട് ഇങ്ങോട്ട് വന്ന് 67 വീണ്ടും കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വരുന്നു, കോൺഗ്രസ് പരാജയപ്പെടുന്നു. പക്ഷെ 67 ഒരു വലിയ നിർണായക ഒരു ഘട്ടമാണ്. ആ 1967 ഇന്ത്യയിലെ ഏതാണ്ട് 8 സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് പരാജയപ്പെട്ടു, കോൺഗ്രസ് ഭരണത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടു. അവിടെയൊക്കെ പ്രാദേശിക കക്ഷികൾ കടന്നു വന്നു. പിന്നെ കോൺഗ്രസിനെ അങ്ങോട്ട് തിരിഞ്ഞു നോക്കാൻ പറ്റിയിട്ടില്ല. എങ്കിലും കോൺഗ്രസ് ദേശീയ തലത്തിൽ ഭരണം ഉറപ്പിച്ചു, ചില പ്രാദേശിക പാർട്ടികളുമായിട്ട് കൂട്ടുകൊണ്ടുണ്ടാക്കി. 2004 2009 നമ്മൾ കണ്ടതാണ്. പക്ഷേ ഇന്നിപ്പോൾ കേരളത്തിൻ്റെ ഒരു പ്രത്യേകത,
ഈ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള UDF-ഉം CPM-ന്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ മുന്നണിയും തമ്മിലൊരു സമാസമം ഒരു ബാലൻസിങ് ആക്ട് ഉണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിച്ചുകൊണ്ട് തന്നെ, അതേസമയം ഭരണം പങ്കിട്ടുകൊണ്ട് തന്നെ മത്സരിക്കുക, ഭരണം പങ്കിടുക. ഇത്തവണ LDF ആണെങ്കിൽ അടുത്ത തവണ UDF എന്നുള്ളത് കൃത്യമായി പാലിച്ചു വരികയാണ് കേരളത്തിൽ. അതുകൊണ്ട് തന്നെയാണ് BJPക്ക് ഇങ്ങോട്ട് കടന്നു കയറാൻ പറ്റാത്തത്. ഇപ്പോൾ BJP നേരത്തെ ജനസംഘം ആവുന്നത് ശ്രമിച്ചു. രാജഗോപാലൊക്കെ ജനസംഘത്തിന്റെ നേതാക്കളായിരുന്നു. KG മാരാർ ഞാനുമായിട്ടൊക്കെ നല്ല ബന്ധമായിരുന്നു കേട്ടോ. ഞാൻ മാതൃഭൂമിലേഖനായിരുന്നപ്പോൾ KG മാരാർ തിരുവനന്തപുരത്ത് വന്നാൽ എന്നെ ഒന്ന് കാണും, എന്നെ വിളിച്ച് സംസാരിച്ചിട്ടൊക്കെ പോകുള്ളായിരുന്നു അദ്ദേഹം. അപ്പോൾ അങ്ങനത്തെ ബന്ധം നമ്മളതൊക്കെ കാണുമ്പോഴും കേരളത്തിലോട്ട് BJPക്കോ ജനസംഘത്തിനോ ഒന്നും കടന്നു വരാൻ കഴിഞ്ഞിട്ടില്ല. കാരണം ഈ കോൺഗ്രസ് നേതൃത്വവും കോൺഗ്രസ് എന്ന പാർട്ടിയും CPM എന്ന പാർട്ടിയും തമ്മിലുള്ള ശത്രുത, അതേസമയം ഇവർക്ക് അധികാരം പങ്കിടുന്നതിലൂടെ കിട്ടുന്ന സംതൃപ്തി, അതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ ഇതിനെ ഒരു തടയിടാൻ BJPക്ക് ഇത്തവണ കഴിയുമോ? ഒരു സീറ്റെങ്കിലും BJPക്ക് കിട്ടിയാൽ അതൊരു വലിയ കാര്യമായിരിക്കും. പക്ഷേ ആ ഒരു സീറ്റ് BJPക്ക് കിട്ടാതിരിക്കാൻ വേണ്ടിയുള്ള രാഷ്ട്രീയ സാമൂഹിക ശക്തികളും കേരളത്തിലുണ്ട്. ആ ശക്തികൾക്ക് കേരളത്തിൽ വലിയ ബലമുണ്ട്. ആ ശക്തികളായിരിക്കും ഇവിടെ BJP ജയിക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുക. ആ ശക്തികളിൽ പ്രധാനപ്പെട്ട ആൾക്കാർ ഹിന്ദുക്കൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ കുറച്ചു കാലമായിട്ട് പറയുന്ന ഒരു വസ്തുതയുണ്ട്. കേരളത്തിൽ BJPക്ക് തടയിടുന്നത് ഇവിടുത്തെ ഹിന്ദുക്കൾ തന്നെയാണ്. ഇവിടുത്തെ നായന്മാരും മറ്റു വിഭാഗക്കാരും ഒക്കെയാണ്, അല്ലാതെ ന്യൂനപക്ഷങ്ങൾ അല്ല. ശരി, ഞാൻ കഴിഞ്ഞ ചർച്ചയിലും ഹിന്ദുവിൻ്റെ ഒരു പ്രയോഗം തിരുവനന്തപുരത്ത് ഹിന്ദുത്വ വേഴ്സസ് ഹിന്ദുയിസം വേഴ്സസ് കമ്മ്യൂണിസം ആണ് എന്നുള്ളത്. എന്തായാലും നോക്കാം, നമുക്ക് റിസൾട്ട് വരുമ്പോൾ നോക്കാം. ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ നേരത്തെ പറഞ്ഞല്ലോ, BJP വിരുദ്ധ വികാരം രാജ്യവ്യാപകമായി ഉണ്ട്, അത് ഞങ്ങൾക്ക് ഗുണകരമാകുമെന്ന്. അത് എങ്ങനെയാണ് UDF-ന് മാത്രമായി ഗുണകരമായി വരിക? ഇപ്പോൾ സംസ്ഥാനത്തൊരു ഭരണവിരുദ്ധ വികാരമുണ്ട് എന്ന ഒരു നിലയില്ല, അങ്ങനെ ആരും ചൂണ്ടിക്കാണിക്കുന്നില്ല. മുഖ്യമന്ത്രിയും പോപ്പുലറാണ്, സർക്കാർ വളരെ വിഷമവൃത്തത്തിൽ നിൽക്കുന്ന സ്ഥിതിവിശേഷം ഇല്ലതാനും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു സമയത്ത് ജനങ്ങൾ UDF-ന് തന്നെ വോട്ട് ചെയ്യണം എന്നില്ല. കാരണം ഇവിടെ നിന്ന് 2 MP, ഇപ്പോൾ LDF ജയിച്ചാലും UDF ജയിച്ചാലും കേന്ദ്രത്തിലെടുക്കുന്ന നിലപാട് ഒന്നായിരിക്കുമെന്ന് കേരളം പോലെ രാഷ്ട്രീയ പ്രബുദ്ധമായ ഒരു സംസ്ഥാനത്തെ പ്രത്യേകിച്ച് പറഞ്ഞു പഠിപ്പിക്കേണ്ട കാര്യവുമില്ലല്ലോ. ആദ്യം ഒരു തിരുത്തുക, ഇത്ര അൺപോപ്പുലർ ആയ ഒരു ഗവൺമെന്റ് കേരളത്തിലുണ്ടായിട്ടില്ല. നിങ്ങൾ കോസ്റ്റ് ബിൽ പോയി ചോദിച്ചാൽ മതി. ഓക്കി കഴിഞ്ഞ് ഇപ്പോഴും 104 പേരുടെ അഡ്രസ് പോലും ഇല്ല. അവരുടെ മാതാപിതാക്കളെ കടപ്പുറത്ത് കരയുക 1 വർഷമായിട്ട്. എന്ത് ചെയ്യുന്ന പറയുന്നത്? അതുപോലെ തന്നെയാണ് ഞങ്ങളുടെ അവർക്ക് ഫ്ലഡ് ഉണ്ടായതാണല്ലോ. ഞാൻ ഇന്നലെ ഒരു എറണാകുളം താണ്ടകത്തുള്ള ഒരു കുടുംബസമയത്ത് പോയി, മുഴുവൻ വെള്ളം കയറിയതാ. 10,000 രൂപയിൽ നയാപൈസ കിട്ടിയിട്ടില്ല. അവിടെയൊക്കെ ഞാൻ കണ്ടു. അപ്പൊ വളരെ പോപ്പുലറാണ് ഈ ഗവൺമെന്റ്. മനസ്സിലായി? നിങ്ങൾ പറഞ്ഞിരുന്നാൽ മതി. ഇതൊക്കെ തിരിച്ചടിക്കും സർക്കാരിനെതിരായിട്ട്. മോഡി ഗവൺമെന്റിനെ പോലെ തന്നെ അതിനേക്കാൾ അൺപോപ്പുലറാണ് കേരളത്തിലെ ഗവൺമെന്റ്. പിന്നെ ഞാൻ ചോദിക്കട്ടെ, ഈ അക്രമ സംഭവങ്ങളുടെ പിന്നെ ആരെങ്കിലും വോട്ട് ചെയ്യുമോ? എന്താ ഈ പറയുന്നത്? കൊലക്കേസ് ശിക്ഷിക്കപ്പെട്ട പ്രതിയെ MLA പുറത്തുകൊണ്ടുവന്ന് കല്യാണം കഴിപ്പിച്ചു കൊടുക്കുക, ഒരാൾക്ക് സ്ഥിരം പരോൾ കൊടുക്കുക, ഇതൊക്കെ കേരളം കണ്ടിട്ടിരിക്കുകയല്ലേ? ഇത്രയേറെ അക്രമത്തെ ന്യായീകരിക്കുന്ന പാർട്ടി പറയണ്ടോ? സെഷൻ കോടതി ശിക്ഷിച്ച കുഞ്ഞെന്നെ തന്നെ കുറ്റക്കാരനല്ല എന്ന് പറയുന്ന പാർട്ടി സെക്രട്ടറി. നിങ്ങൾ കാണുന്ന മാതിരി ജനങ്ങളുടെ മനസ്സിലൊക്കെ ഉണ്ട്, സംശയമൊന്നും വേണ്ട. അതുകൊണ്ട് 2 ഗവൺമെന്റിനെതിരായിട്ടുള്ള ജനവിധിയായിരിക്കും വരാൻ പോകുന്നത്. ഞങ്ങൾക്കൊരു സംശയമില്ല, ഞങ്ങൾ പാട്ടും പാടി ജയിക്കും. ശരി, പാട്ടും പാടി ജയിക്കും എന്നുള്ളതാണ് UDF-ന്റെ കോൺഫിഡൻസ്. ആത്മവിശ്വാസം നല്ലതാണ് ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ പ്രത്യേകിച്ചും. ശ്രീ B. ഗോപാലകൃഷ്ണൻ, BJPയെ സംബന്ധിച്ച് ഇപ്പോൾ ഇല്ലെങ്കിൽ പിന്നെ എപ്പോൾ എന്നുള്ള ഒരു വലിയ ചോദ്യം കൂടിയാണ്. കാരണം സെപ്റ്റംബർ 28-ന്റെ ശബരിമല വിധിക്ക് ശേഷം കേരളത്തിലുണ്ടായ അന്തരീക്ഷം നിങ്ങൾക്ക് ക്യാഷ് ചെയ്യാനുള്ള ചില സാഹചര്യങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ശബരിമല കർമ്മസമിതി എന്നൊക്കെയുള്ള പേരിൽ നാട് നീളെ നിങ്ങൾക്ക് അനുകൂലമായ വഴി ഒരുക്കാനുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നു. നിങ്ങളുടെ കൂട്ടത്തിൽ ചില മുൻ ഉദ്യോഗസ്ഥരും മറ്റുമൊക്കെ വന്നു ചേർന്നിരിക്കുന്നു. അങ്ങനെ അനുകൂലമായ അന്തരീക്ഷം എന്ന് നിങ്ങൾക്ക് കരുതാവുന്ന സാഹചര്യമുണ്ട്. അവിടെ ഇനിയിപ്പോൾ ജയിക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ ഈ പാർട്ടിയെ എന്തിനു കൊള്ളുമെന്ന് അമിത്ഷാ ചോദിക്കില്ലേ? ജയിച്ചില്ലെങ്കിലാണ് ഞാൻ ചോദിക്കുന്നത്, ജയിച്ചാലോ ഒക്കെ? അല്ല, BJP ജയിക്കണമെന്ന് വലിയ ആഗ്രഹം താങ്കൾക്ക് ഉണ്ടാവും, അതുകൊണ്ടായിരിക്കും ആ ചോദ്യം വന്നത്. പക്ഷെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഭാരതീയ ജനതാ പാർട്ടി ഈ നാട്ടിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന നിരവധി വർഷങ്ങളായി ഞങ്ങൾ മെല്ലെ മെല്ലെ ക്രമാതീതമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു ഞങ്ങളുടെ ശക്തി. ഞങ്ങൾ ഒരിക്കലും പടവലങ്ങ പോലെ കീഴ്പോട്ടല്ല CPM-നെ പോലെ കോൺഗ്രസിനെ പോലെ. ഞങ്ങൾ വളർന്നുകൊണ്ടേയിരിക്കുന്ന ഒരു കക്ഷിയാണെന്ന് നിങ്ങൾക്ക് സമ്മതിക്കേണ്ടി വരും. അനുകൂല സാഹചര്യമായാലും പ്രതികൂല സാഹചര്യമായാലും ഞങ്ങൾ വളർന്നുകൊണ്ടേയിരിക്കുന്നു. ഇപ്രാവശ്യം ഒരു 10 വർഷം മുമ്പ് BJP ഈ തെരഞ്ഞെടുപ്പിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP ഇന്ന സ്ഥലത്ത് നിന്ന് ജയിക്കും എന്ന
ശക്തിയായി പറയാൻ പറ്റാവുന്ന മാധ്യമ പ്രവർത്തകരോ TV അവതാരകന്മാരോ ഉണ്ടായിരുന്നില്ല. ഇന്ന് BJP ജയിക്കും എന്ന് പല സ്ഥലങ്ങളിലും BJP ജയിക്കുമെന്ന് പറഞ്ഞു തുടങ്ങിയില്ലേ? ജയിക്കാൻ പോകുന്നു. ഇപ്പോഴും ജയിക്കാൻ BJP ജയിക്കരുതെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ അവരുടെ മനസ്സിൽ ഇപ്പോഴും സമുദായവും സമൂഹവും ഒക്കെ BJPക്ക് വിരുദ്ധമായി വോട്ട് ചെയ്യും എന്ന പ്രതീക്ഷയോടെ അവർ കാത്തിരിക്കുകയാണ്. അങ്ങനെ കാത്തിരിക്കാനുള്ള അവകാശം അവർക്കുണ്ട്, അതവർ ചെയ്തോട്ടെ. പക്ഷെ ഭാരതീയ ജനതാ പാർട്ടി പല കണക്കുകൂട്ടലുകളും ഇടതുപക്ഷത്തിന്റെയും വലതുപക്ഷത്തിന്റെയും പല മാധ്യമ പ്രവർത്തകരുടെയും എല്ലാം കണക്കുകൂട്ടലുകൾ തെറ്റിച്ചുകൊണ്ട് വിധങ്ങൾ ഉണ്ടാക്കി ഇപ്രാവശ്യം മുന്നേറും. അതിന് പ്രധാനപ്പെട്ട കാരണം ശബരിമല മാത്രമല്ല, BJP മുന്നോട്ട് വെച്ച 2 അജണ്ടയാണ്. അതിലൊരു അജണ്ട തന്നെയാണ് എങ്കിലും അതിനേക്കാൾ വലിയ അജണ്ടയാണ് മോദി ഫാക്ടർ. നേരത്തെ പറഞ്ഞു നരേന്ദ്രമോദിയെ തോൽപ്പിക്കാൻ വേണ്ടിയാണ് കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ നിൽക്കുന്നത്. കാരണം നരേന്ദ്രമോദിയെ തോൽപ്പിച്ചിട്ട് ഇവിടെ നരേന്ദ്രമോദിയെ താഴെ ഇറക്കണം. കേരളത്തിലെ ജനങ്ങൾ മണ്ടന്മാരല്ല. കഴിഞ്ഞ പ്രാവശ്യം 20 സ്ഥലത്തും ജയിച്ചത് അവരാ, പക്ഷെ നരേന്ദ്രമോദിയെ ഇന്ത്യ വിട്ട്. അപ്പൊ അതുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾ അത്ര വിദ്യാന്മാരൊന്നുമല്ല, അവർക്ക് കാര്യങ്ങൾ നന്നായിട്ട് അറിയാം. അവരും നരേന്ദ്രമോദിയെ കുറിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. കേരളത്തിലെ വിദ്യാഭ്യാസ സമ്പന്നരായിട്ടുള്ള ആളുകൾ അവർ വളരെ കൃത്യമായി നരേന്ദ്രമോദിയെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ കോൺഫിഡൻസോടുകൂടി പാർട്ടി ജയിക്കുമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ നാം ഈ നാട്ടിലെ ധാരാളം ആളുകൾ BJP ജയിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അവരുടെ മനസ്സ് വെച്ചിട്ട് അവരുടെ ശക്തി വെച്ചിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, അത്ഭുതങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവും. ശരി, അതായത് ഇതൊക്കെ നമുക്ക് പാട്ടും പാടി ജയിക്കുമോ, നാമം ജപിച്ചുകൊണ്ട് ജയിക്കുമോ എന്നൊക്കെ നമുക്ക് 23-ാം തീയതി വരെ കാത്തിരിക്കാം. ശ്രീ KT കുഞ്ഞിക്കണ്ണൻ, BJPയെ സംബന്ധിച്ച് ഇത്തവണ അവർ 1-2 ജയിക്കുമെന്നൊരു പെർസെപ്ഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. പ്രധാനപ്പെട്ട കാര്യം എന്ന് ഞാൻ പറയുമ്പോൾ തെരഞ്ഞെടുപ്പുകൾ എന്ന് പറയുന്നത് ഒരു വാർ ഓഫ് പെർസെപ്ഷൻ കൂടിയാണ്. അപ്പോൾ അവർ ജയിക്കുന്ന സാഹചര്യം എങ്ങനെ കൂടുതൽ മെച്ചപ്പെടുത്താം, ജയിക്കുമെന്ന അവസ്ഥ എങ്ങനെ മെച്ചപ്പെടുത്താം എന്നുള്ളത് BJPക്കാർ ആലോചിക്കും. BJP ജയിക്കുന്നോ എന്നൊരു സാഹചര്യത്തിൽ എങ്ങനെ വോട്ട് ചെയ്യാം എന്ന് മറ്റു ചിലർ ആലോചിക്കും. നേരത്തെ ശ്രീ ജേക്കബ് ജോർജ് പറഞ്ഞതുമാതിരി ആരാണ് അങ്ങനെയാണെങ്കിൽ ബെറ്റർ കാൻഡിഡേറ്റ് എന്നൊരു ചോയ്സ്. ഇങ്ങനെ ആകെ കുഴമറിഞ്ഞ ഒരു അന്തരീക്ഷത്തിൽ നമുക്ക് ഇത്തവണ സാധാരണഗതിയിൽ പരമ്പരാഗതമായിട്ടുള്ള വോട്ടിംഗ് പാറ്റേൺ എക്സ്പെക്ട് ചെയ്യുക എന്നുള്ളത് കുറച്ച് കടന്ന കൈയായിരിക്കില്ലേ? ആക്റ്റീവായിട്ടുള്ള പഠനങ്ങൾ, സർവേകളെല്ലാം തന്നെ സൂചിപ്പിക്കുന്നത് BJP അവർ ജയിക്കുമെന്നൊക്കെ ചില മാധ്യമങ്ങൾ ബോധപൂർവ്വം സർവേ നടത്തി പ്രഖ്യാപനം നടത്തിയിട്ടുള്ള മണ്ഡലങ്ങളിലെല്ലാം ഉണ്ടല്ലോ. ആ മണ്ഡലങ്ങളിൽ അവർ 3-ാം സ്ഥാനത്തേക്ക് പോകാനാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് BJP ജയിക്കാൻ പോകുന്നില്ല. കേരളത്തിൽ എവിടെയും BJP ജയിക്കാൻ പോകുന്നില്ല. BJP പോലുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ അവർക്കൊന്നും പറയാനില്ല. അവരെന്താണ് ചെയ്യുന്നത്? കോൺഗ്രസിൻ്റെ നേതാക്കന്മാരെ പിടിക്കുക, കോൺഗ്രസിൻ്റെ വോട്ട്. ഇപ്പം DCCയുടെ സെക്രട്ടറിയാണ് തമ്പാനൂർ സതീഷ്. അദ്ദേഹം ഓപ്പണായിട്ട് FB പോസ്റ്റ് ഇടുന്നത് എന്താണ്? ഞങ്ങളുടെ പ്രവർത്തനയൊക്കെ BJP പിടിക്കുന്നു എന്താണ്? എന്ത് രാഷ്ട്രീയ ആദർശത്തിൻ്റെ പേരിലാണ് കോൺഗ്രസ്സുകാർ പോകുന്നത്? അപ്പോൾ വലിയ പർച്ചേസിങ് നടത്തി നേതാക്കന്മാരെ പിടിച്ച് വോട്ട് ബാങ്കുകളെ കയ്യിലടക്കി എങ്ങനെയെങ്കിലും ജയിക്കാൻ പറ്റുമോ എന്നുള്ള വളരെ കുൽസിതമായ ഒരു തന്ത്രമാണ്. ഒരു അമിത്ഷായുടെ സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് ഒരു വളരെ കുൽസിതമായ ഒരു തന്ത്രമാണ്. അത്തരമൊരു തന്ത്രം അവർ പത്തനംതിട്ടയിലും അതേപോലെ തന്നെ തിരുവനന്തപുരത്തൊക്കെ പയറ്റുന്നുണ്ട്. പക്ഷെ അത് തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വരുമ്പോൾ നമുക്കാണ് അത് നിഷ്ഫലമായിരിക്കും. കേരളം പോലെ മതനിരപേക്ഷമായ ഒരു സമൂഹത്തിനകത്ത്, മതനിരപേക്ഷതയ്ക്ക് വളരെ ഊന്നൽ കൊടുക്കുന്ന ഒരു സമൂഹത്തിനകത്ത് വളരെ പ്രബുദ്ധതയുള്ള ഒരു വോട്ടർമാർ BJPക്ക് ഈ പ്രാവശ്യം എന്താണ് 17-ാം ലോക്സഭയിൽ അംഗത്വം കൊടുക്കാൻ പോകുന്നില്ല. പക്ഷെ പ്രശ്നം കോൺഗ്രസിന്റെ വീഴ്ചകളാണ്, കോൺഗ്രസിന്റെ നിലപാടുകളാണ്. BJPയുടെ അജണ്ടയെ പകർത്തിക്കൊണ്ടുള്ള അവരുടെ രാഷ്ട്രീയ കളിയാണ് BJPക്ക് കേരളം പോലൊരു സമൂഹത്തിൽ അവസരമുണ്ടായി കൊടുക്കുന്നത്. കേരളം നിയമസഭയുടെ ചരിത്രത്തിൽ നിയമത്തിൽ ഇന്ന് രാജഗോപാലിന് വരാൻ കഴിഞ്ഞത് കോൺഗ്രസിന്റെ വോട്ട് അപ്പോൾ എൻബ്ലോക്കായിട്ട് അങ്ങോട്ടേക്ക് ചോർന്നുകൊണ്ടാണ്. കോൺഗ്രസിൻ്റെ വോട്ടിൻ്റെ ചോർച്ചയാണ്, അത് നമ്മൾ കാണണം. അപ്പോൾ ഞാനിപ്പോൾ വടകര പോലുള്ള, ഞാൻ വടകര ഒരു കേരളത്തിലെ മത്സരത്തിൻ്റെ ഒരു പരിച്ഛേദം വടകര ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വടകര പോലൊരു മണ്ഡലത്തിൽ എന്താണ് മുരളീധരൻ്റെ ഏക പ്രതീക്ഷ? കോൺഗ്രസ്സുകാർ പ്രവർത്തിക്കുന്നില്ല, മറ്റ് ഘടകങ്ങളൊന്നും അദ്ദേഹത്തിന് അനുകൂലമല്ല. അദ്ദേഹത്തിൻ്റെ ഏക പ്രതീക്ഷ എന്താണ്? BJPയുടെ ഒരു വലിയ വോട്ട് ഇങ്ങോട്ടേക്ക് വരും. സ്വകാര്യ സംഭാഷണത്തിൽ കോൺഗ്രസ് നേതാക്കന്മാരൊക്കെ പറയുന്നത് എന്താണ്? ഞങ്ങൾക്ക് അങ്ങനെ ഒരു വട്ടിയൂർക്കാവ് പാക്കേജ് ഉണ്ടെന്നാണ്, ആ രീതിയിൽ ഞങ്ങൾക്ക് വോട്ട് വരുമെന്നാണ്. അതെല്ലാം പൊളിഞ്ഞ് പാപ്പർ സൂട്ടായി പോയിരിക്കുകയാണ്. BJPക്കും അവരുടെ അസ്തിത്വം കാണിക്കണം, അവരുടെ വോട്ട് കാണിക്കണം എന്ന രീതിയിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ വലിയ രീതിയിലുള്ള പരാജയ ഭീതിയിലേക്ക് മുരളീധരൻ ഉൾപ്പെടെയുള്ള ആളുകൾ
പോകുന്നതാണ് നമ്മൾ കാണുന്നത്. നമ്മൾ കാണേണ്ട ഒരു പ്രശ്നം, BJPയെ കേരളം പോലൊരു സമൂഹത്തിൽ നിന്ന് പാർലമെന്റിൽ അവരുടെ ഒരു അംഗമില്ലാതിരിക്കണമെങ്കിൽ കോൺഗ്രസ് കൃത്യമായ മതനിരപേക്ഷ നിലപാടെടുക്കണം. കോൺഗ്രസിന്റെ അണികളാകെ BJPയിലേക്ക് ഒഴുകിപ്പോകുന്ന അവസ്ഥയാണ് നമ്മളിപ്പോൾ പല സ്ഥലങ്ങളിലും കാണുന്നത്. അപ്പോൾ ഈ ഒരു സാഹചര്യമാണ് BJPക്ക് ആത്മവിശ്വാസം നൽകുന്നത്. ഇപ്പോൾ ശബരിമല പ്രശ്നം തീർച്ചയായിട്ടും തെക്കൻ ജില്ലകളിൽ ഇവിടെ ജേക്കബ് ജോർജ് ഒക്കെ സൂചിപ്പിച്ചതുപോലെ, അതേപോലെ തന്നെ നീലകണ്ഠനൊക്കെ സൂചിപ്പിച്ചതുപോലെ ശബരിമല പ്രശ്നം വിശ്വാസപരമായ ഒരു പ്രശ്നം എന്ന നിലക്ക് ഒരു മധ്യവർഗ വോട്ടർമാരിൽ ശശി തരൂരൊക്കെ അവരെയും കൂടി അഡ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ കുലസ്ത്രീ എന്നൊക്കെയുള്ള ലൈനിലേക്ക് വരുന്നത്. അത്തരം വിഭാഗങ്ങൾക്കിടയിൽ എന്താണ് മതനിരപേക്ഷ നിലപാടുള്ള വിഭാഗങ്ങൾക്കിടയിൽ ഒരു സന്ദിഗ്ധത ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു വിശ്വാസത്തിൻ്റെ പ്രശ്നം എന്ന രീതിയിലേക്ക് ഒരു സന്ദിഗ്ധത ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് വിധിയെ തീരുമാനിക്കാൻ, BJP സ്ഥാനാർത്ഥിയുടെ വിജയത്തെ തീരുമാനിക്കാനുള്ള ഒരു നിർണായകമായ ഒരു വോട്ട് ഷെയർ ആയിട്ട് അത് മാറാൻ പോകുന്നില്ല. അത് വളരെ വളരെ ഒരു അപവാദം എന്ന നിലക്ക് മാത്രമാണ് കേരളത്തിലെ എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും ഈ ശബരിമല പ്രശ്നവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിനോ BJPക്കോ അനുകൂലമായിട്ട് വോട്ട് പോകുക എന്നുള്ളതാണ്. അതേസമയത്ത് നമ്മൾ കാണണം, നമ്മുടെ ന്യൂജൻ വോട്ടർമാർ ശബരിമല ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളിൽ BJPയും കോൺഗ്രസും എടുത്ത നിലപാടിന് ശക്തമായ എതിരാണ്. കേരളത്തിലെ ചിന്തിക്കുന്ന, കേരളത്തിലെ സാഹിത്യ കലാ രംഗത്തുള്ള ആളുകൾ ഇവരെല്ലാം തന്നെ എന്താണ് ശബരിമല പ്രശ്നവുമായി ബന്ധപ്പെട്ടുകൊണ്ട് BJPക്കോ കോൺഗ്രസിനോ ഒരു നേട്ടവും ഉണ്ടാകരുത് എന്ന് ചിന്തിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള ചിന്തകളെല്ലാം തന്നെ ഇടതുപക്ഷത്തിന് അനുകൂലമായ വോട്ടുകളായി മാറുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. വിശ്വാസം അതും നമുക്ക് ഏത് തരത്തിലുള്ള വോട്ടിംഗ് നടന്നു എന്ന് പരിശോധിച്ചാലേ പറയാൻ കഴിയൂ. CR നീലകണ്ഠൻ, ഈ തെരഞ്ഞെടുപ്പിന്റെ ഉപരിതലത്തിലേക്ക് വന്നിട്ടുള്ളത് വൈകാരികമായ വിഷയങ്ങളാണ്. കേരളം ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഒരു പ്രളയം അഭിമുഖീകരിച്ച ജനതയാണ്. അതിനു മുൻപ് ഓഖി ചുഴലിക്കാറ്റ് അഭിമുഖീകരിച്ച ജനതയാണ്. കർഷക ആത്മഹത്യകൾ ഉണ്ടാകുന്ന കാർഷിക മേഖലയിലെ പ്രത്യേക സാഹചര്യം പോലും ഉണ്ടായിരുന്നു. പക്ഷേ ഇവയൊക്കെ മുഖ്യധാര തെരഞ്ഞെടുപ്പ് വിഷയമായി വന്നില്ല. വൈകാരികമായ തെരഞ്ഞെടുപ്പ് പ്രചരണ വിഷയങ്ങൾ, വിദ്വേഷജനകമായ പ്രസംഗങ്ങൾ, അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ആരോപണ പ്രത്യാരോപണങ്ങൾ, ആരാണ് BJPയെ നേരിടുക എന്ന തർക്കം, ആരാണ് BJPയുമായി സഖ്യം ഉണ്ടാക്കിയിരിക്കുന്നത്, അല്ലെങ്കിൽ ആർക്കാണ് ആ BJP വോട്ടിൻ്റെ ബെനിഫിറ്റ്, ആരുടെ വോട്ട് ട്രാൻസ്ഫറാണ് നടക്കുക, ഈ വിഷയങ്ങളിലാണ് തെരഞ്ഞെടുപ്പ് കേന്ദ്രീകരിക്കപ്പെട്ടത് എന്നുള്ളത് കൊണ്ട് തന്നെ വിധിയെഴുത്തും ആ തരത്തിൽ ഈ വിഷയങ്ങളാൽ സ്വാധീനിക്കപ്പെടുന്ന വിധിയെഴുത്താണോ നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്? ഞാൻ ഒരിക്കലും അങ്ങനെ കാണുന്നില്ല. ഇത് രാഷ്ട്രീയം, എനിക്ക് തോന്നുന്നു ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഒരു കാലത്തും കേരളത്തിൽ നടക്കാത്ത രൂപത്തിലുള്ള വ്യക്തിഹത്യയും വളരെ മോശപ്പെട്ട രീതിയിലുള്ള സോഷ്യൽ മീഡിയയും എല്ലാ മീഡിയയും അടക്കമുള്ള വളരെ മോശപ്പെട്ട രീതിയിലുള്ള ആക്രമണങ്ങളും പ്രത്യാക്രമണങ്ങളും. ഇപ്പോൾ നോക്കൂ, വിജയരാഘവൻ LDFിൻ്റെ, K സുധാകരൻ UDFിൻ്റെ, PS ശ്രീധരൻപിള്ളയും സുരേഷ് ഗോപിയും NDAയുടെ ഇവർ ഞാൻ പറഞ്ഞത് ഇവരൊക്കെ അവർ നടത്തിയ പരാമർശത്തിൻ്റെ പേരിൽ ഇലക്ഷൻ കമ്മീഷൻ്റെ ചോദ്യത്തിന് അല്ലെങ്കിൽ മോശപ്പെട്ട കേസുകൾക്ക് വിധേയരായ ആളുകളാണ്. ഈ തെരഞ്ഞെടുപ്പിൽ ഇങ്ങനെയാണോ പ്രചരിപ്പിക്കേണ്ടത്? അതൊരു കാര്യം. ഇത് ജനങ്ങൾ അത്ര ഗൗരവമായിട്ട് എടുക്കുമോ? ഇത്തരത്തിലുള്ള പരാമർശം കേട്ടിട്ടാണ് ആളുകൾ വോട്ട് ചെയ്യുക. ഇപ്പോൾ ശബരിമല അടക്കമുള്ള വിഷയങ്ങൾ ഒരുപക്ഷെ അവരുടെ ഒരു വൈകാരികമായ ഒരു ടെൻഡർ സാധനത്തിനെ സ്വാധീനിക്കാം, അതില്ലാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ സാധാരണ ജനങ്ങൾ അതിനേക്കാൾ കൂടുതൽ വോട്ടിൽ രേഖപ്പെടുന്ന ഇപ്പോൾ വിലക്കയറ്റം പോലെയുള്ള പ്രശ്നങ്ങൾ, പ്രളയം, ഇപ്പോൾ നേരത്തെ പറഞ്ഞു, പ്രളയാനന്തര കേരളത്തിൽ ജീവിക്കുന്ന, അതിനുശേഷം 3 മാസത്തിനകം അല്ലെങ്കിൽ 5 മാസത്തിനകം അതികഠിനമായ വരൾച്ചയെ നേരിടുന്ന ഈ കേരളത്തിലെ ജനത ഇപ്പോൾ ഈ ഏപ്രിലിൽ തെരഞ്ഞെടുപ്പിന് പ്രവർത്തനത്തിന് പോകുമ്പോൾ നേതാക്കന്മാർക്കൊക്കെ എന്തോ വല്ലാത്ത ചൂടുണ്ടെന്നൊക്കെ പത്രക്കാരൊക്കെ കാണിക്കുക. അപ്പോൾ ഈ നാട്ടിലിവിടെ സ്ഥിരം ജീവിക്കുന്ന നമുക്കൊന്നും ചൂടില്ലേ? അപ്പോൾ അതിൻ്റെ ഒരു ദുരിതം, കർഷകാത്മഹത്യ, നിരവധി വിഷയങ്ങൾ, അവരുടെ ജീവിതത്തെ ബാധിക്കുന്ന വിഷയങ്ങൾ, അതെങ്ങനെ പ്രതിഫലിക്കും എന്നുള്ളത് ഓരോരുത്തർക്കും അതിൽ കുറച്ച് സബ്ജക്റ്റീവ് വ്യക്തിപരമായ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ പ്രളയം പോലൊരു സംഗതി നടന്നിട്ട് എനിക്ക് ഇടതുപക്ഷത്തോട് ഞാൻ ഉന്നയിച്ചൊരു വിമർശനം, PV അൻവറിനെയും ജോയ്സ് ജോർജിനെയും പോലെ ഒരാളെ സ്ഥാനാർത്ഥിയാക്കുമ്പോൾ അതൊക്കെ വലിയ വെല്ലുവിളിയാണ്. അതൊന്നും ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്ന് വന്നുകൂടാ. കാരണം പ്രളയത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പല ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ട ആളുകളാണ് അവരൊക്കെ. ഇതുപോലെ നിരവധി ചോദ്യങ്ങൾ ഉണ്ടാവും. അതെ, അതൊക്കെ ഉന്നയിക്കപ്പെടാനുള്ള ഒരു വേദിയായി തെരഞ്ഞെടുപ്പ് രംഗം മാറിയോ എന്ന സംശയം എനിക്കുണ്ട്. ശ്രീ ജേക്കബ് ജോർജ്, ഞാൻ നേരത്തെ സർക്കാർ അൺപോപ്പുലർ അല്ല എന്ന് പറയാൻ ആധാരമായ സ്ഥിതിവിശേഷം ഇവിടെ വന്ന 5-6 ടെലിവിഷൻ സർവേകളാണ്. അവിടെയൊക്കെ സംസ്ഥാന സർക്കാരിൻ്റെ റേറ്റിംഗ് മുകളിൽ കൊടുത്തിരിക്കുന്നു എന്ന അർത്ഥത്തിലാണ് പറഞ്ഞത്. എൻ്റെ ചോദ്യം പക്ഷേ, ഈ തെരഞ്ഞെടുപ്പ് സംസ്ഥാന സർക്കാരിനേക്കാൾ പിണറായി വിജയൻ എത്ര നിർണായകമാണ് എന്നുള്ള ചോദ്യമാണ് എൻ്റേത്. ശബരിമല വിഷയത്തിൽ അദ്ദേഹത്തിൻ്റെ തീരുമാനമായിരുന്നു നടപ്പായത്. അതുപോലെ തന്നെ സ്ഥാനാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നത് അടക്കമുള്ള കാര്യങ്ങളിലും അദ്ദേഹത്തിൻ്റെ തീരുമാനമായിരുന്നു നടപ്പായത്. ഈ തെരഞ്ഞെടുപ്പിൻ്റെ ക്യാപ്റ്റൻ എന്ന് പറയുന്നത് ഇടതുപക്ഷത്തെ സംബന്ധിച്ച് അക്ഷരാർത്ഥത്തിൽ ക്യാപ്റ്റൻ ആണ് പിണറായി. അദ്ദേഹത്തിൻ്റെ സർക്കാരാണ്
ഈ തവണ ഇൻകംബന്റ് ആയിട്ടുള്ള സർക്കാരും. പിണറായി വിജയൻ എന്നുള്ള നേതാവിനെ സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പിന്റെ ഫലം താങ്കളുടെ കാഴ്ചപ്പാടിൽ എത്ര പ്രാധാന്യം അർഹിക്കുന്നതാണ്? അതെ, പിണറായി ഗവൺമെന്റിനും പിണറായി വിജയനും മുഖ്യമന്ത്രി പിണറായി വിജയനും വളരെ വളരെ നിർണായകമാണ് ഈ തെരഞ്ഞെടുപ്പ് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. നേരത്തെ നമ്മുടെ ഡൊമിനിക് പ്രസന്റേഷൻ ചൂണ്ടിക്കാട്ടിയത് മാതിരി ഈ ഗവൺമെന്റ് അൺപോപ്പുലർ ആണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇത് വളരെയധികം അൺപോപ്പുലർ ആകുന്നത് ഇപ്പോൾ പ്രളയത്തിൻ്റെ കാര്യമാണ് അദ്ദേഹം പെട്ടെന്ന് ചൂണ്ടിക്കാണിച്ച് എനിക്ക് ശരിക്കും കേൾക്കാൻ മേലായിരുന്നു. എങ്കിൽ പോലും അവിടെയൊക്കെ വളരെ അങ്ങേയറ്റം ശക്തമായ ഇടപെടലും പ്രവർത്തനവുമാണ് ഈ ഗവൺമെൻറ് നടത്തിയത്. അതിന് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് നേതൃത്വം കൊടുത്തത്. അതിനകത്ത് യാതൊരു സംശയവും ഞാൻ കാണുന്നില്ല. ആദ്യമേ ഒരു കാര്യം പറയട്ടെ, ലോക്സഭാ തെരഞ്ഞെടുപ്പാണിത്. ഇവിടെ UDF മേൽക്കൈയുണ്ട്. ആ കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇത് കേന്ദ്രത്തിൽ ഭരിക്കുന്നത് ആരെ എന്ന് തിരഞ്ഞെടുക്കുന്നതാണ്. അവിടെ ഒരു കോൺഗ്രസ് ഇവിടെ നിൽക്കുന്നു, രാഹുൽ ഗാന്ധിയുടെ ഒരു ഫാക്ടറുണ്ട്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ ജനങ്ങൾ സ്വാഭാവികമായിട്ടും UDF കൂടുതൽ അനുകൂലമായി പ്രതികരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. മറിച്ച് കേരള ഗവൺമെന്റിന് ജനങ്ങളുടെ അപ്രീതി ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. രണ്ടാമതൊരു കാര്യം, മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ ശബരിമല വിഷയത്തിൽ അദ്ദേഹത്തെ പ്രതികൂട്ടിലാക്കുന്ന ചില ശക്തികളും പാർട്ടികളുമുണ്ട്. BJP അതിന്റെ മുൻപന്തിയിൽ നിൽക്കുന്നു. കോൺഗ്രസ് തീർച്ചയായിട്ടും വിശ്വാസത്തിന്റെ പേരിൽ അതിന് ഉത്തരവാദിയായി മുഖ്യമന്ത്രിയെ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അത് ശരിയാണ്. പക്ഷെ ഒരു മറുവശം കൊണ്ട് ഞാനിത് ചൂണ്ടിക്കാണിക്കട്ടെ. ഇതിനകത്ത് ഞാൻ രാഷ്ട്രീയമായിട്ടല്ല ഞാനിത് പറയുന്നത്, അതിൻ്റെ വേറൊരു വശം ചൂണ്ടിക്കാട്ടുക മാത്രമാണ് ചെയ്യുന്നത്. ഇവിടെ നിലപാട് എന്തായിരുന്നു ഇവരുടെയൊക്കെ? കുറച്ച് RSSകാർ അല്ലെങ്കിൽ BJPക്കാർക്ക് കേസ് കൊടുക്കുന്നു, സുപ്രീം കോടതി ഉത്തരവിടുന്നു. ഈ ഉത്തരവിനെ RSSും BJP എല്ലാം സർവാത്മന രണ്ട് കൈ നീട്ടി സ്വീകരിച്ചതല്ലേ? ജന്മഭൂമി പത്രത്തിൽ BJPയുടെ മുഖപത്രമായ ജന്മഭൂമി പത്രത്തിന്റെ എഡിറ്റോറിയൽ വരെ ലേഖനങ്ങൾ വന്നതല്ലേ അതിനെ പ്രകീർത്തിച്ചും കൊണ്ട്? സ്ത്രീകൾ കടന്നു വരണം, സ്ത്രീകൾ അമ്പലത്തിലേക്ക് കടന്നു വരണം, എല്ലാ ക്ഷേത്രങ്ങളിലേക്കും കടന്നു വരണം എന്നതല്ലേ RSSന്റെ പ്രഖ്യാപിത നിലപാട്? BJP പ്രസിഡന്റും പത്തനംതിട്ടയിൽ ഇപ്പോഴത്തെ സ്ഥാനാർത്ഥി K. സുരേന്ദ്രൻപിള്ളയും ഒക്കെ ഇതേക്കുറിച്ച് ഫേസ്ബുക്കിൽ തന്നെ വളരെ വിശദമായിട്ട് ലേഖനങ്ങൾ എഴുതിയില്ലേ? ആ നിലപാടൊക്കെ എന്തുകൊണ്ട് മാറ്റി? സാക്ഷാൽ NSSന്റെ ജനറൽ സെക്രട്ടറി അത് ഒരു നാമജപ ഘോഷയാത്ര നടത്തിയതിനെ തുടർന്ന് BJP നിലപാട് മാറ്റി. ഇതിനകത്തൊരു വലിയ സുവർണാവസരം കണ്ടു. പക്ഷേ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിലപാട് മാറ്റാൻ തയ്യാറായില്ല. അദ്ദേഹത്തിന്റെ നിലപാടിൽ ഉറച്ചു നിന്നു. ഇത് ശരിയെന്ന് കരുതുന്നവരും കേരളത്തിലുണ്ട് അഭിലാഷ്. ഒരു നിലപാട് മാറ്റാത്ത ഒരു ശക്തനായ ഒരു ഭരണാധികാരി കേരളത്തിലുണ്ട് എന്ന് ഫേസ്ബുക്കിലൊക്കെ എത്രയോ വനിതകൾ തന്നെ എഴുതിയിരിക്കുന്നു. എത്രയോ പേരോട് നമ്മൾ സംസാരിക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അങ്ങനെ കരുതുന്നവരുമുണ്ട് കേരളത്തിൽ കേട്ടോ. ഇതാണ് ആൺകുട്ടി എന്ന് പറയുന്നവർ കേരളത്തിലുണ്ട്. അത് നമ്മൾ കാണണം. ഞാൻ ഈ പറയുന്നതിനകത്ത് യാതൊരു രാഷ്ട്രീയമില്ല. ഞാൻ രാഷ്ട്രീയമായിട്ട് എൻ്റെ ഒരു കാഴ്ചപ്പാട് വിശദീകരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ അഭിലാഷ്. അതുകൊണ്ട് പിണറായി വിജയൻ ഈ ശബരിമല വിഷയത്തിൽ അങ്ങ് പാതാളത്തിലേക്ക് താണു പോകുമെന്നൊന്നും ഞാൻ കരുതുന്നില്ല. അദ്ദേഹം ഉറച്ച നിലപാടുള്ളയാളാണ്. ആ നിലപാട് അദ്ദേഹത്തെ നിലപാടുകളുടെ ഒരു റഫറണ്ടം കൂടി നടക്കുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ, 2015 പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് തൊട്ട് ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ചെങ്ങന്നൂർ ഉപതെരഞ്ഞെടുപ്പ് വരെയുള്ള തെരഞ്ഞെടുപ്പുകളിലൊന്നും UDF ജയിച്ചിട്ടില്ല എന്ന സാഹചര്യം കഴിഞ്ഞ 4 വർഷമായി സംസ്ഥാനത്ത് നിലനിൽക്കുന്ന സാഹചര്യം ഒരു ഭാഗത്ത്. പക്ഷേ ഇത്തവണ നിങ്ങളെ സംബന്ധിച്ച് ഒന്ന് പ്രതിപക്ഷത്താണ് എന്നുള്ള സൗകര്യം, സർക്കാരിന് പ്രളയം മുതൽ ശബരിമല വരെയുള്ള വിഷയങ്ങളിൽ മറുപടി പറയാനുണ്ട് എന്നുള്ള അഡ്വാൻറ്റേജ്, രാഹുൽ ഗാന്ധി ഇവിടെ മത്സരിക്കുന്നു എന്ന വളരെ പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജ്, ഇത്തവണ മോദിക്ക് ബദൽ എന്നുള്ളത് നിങ്ങൾക്ക് കോൺഗ്രസിനെ അവതരിപ്പിക്കാൻ കഴിയുമെന്നുള്ള മറ്റൊരു അഡ്വാൻറ്റേജ്, ഇങ്ങനെ നല്ല വിക്കറ്റിലാണ് കളിക്കുന്നത്. പക്ഷേ ഇവിടെ തോറ്റുപോയി കഴിഞ്ഞാൽ ഈ തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയനും കൂട്ടർക്കും ഒരു 10 സീറ്റെങ്കിലും പിടിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം വന്നാൽ അത് യഥാർത്ഥത്തിൽ ഇപ്പോഴത്തെ പ്രതിപക്ഷത്തിന്റെ കോൺഗ്രസിന്റെ തന്നെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്നത് ഒന്നായിരിക്കും എന്ന് കരുതുന്നുണ്ടോ? പ്രശ്നമില്ല. ഒന്ന് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ നിങ്ങളും അത് സീരിയസ് ആയി എടുക്കുന്ന അഭിപ്രായം എനിക്കുള്ളത്, റിയൽ ഇഷ്യൂസ് ചർച്ച ചെയ്യാറുണ്ട് ഇവിടെ ഇപ്പൊ എല്ലാവരും ശബരിമല മറ്റു പക്ഷെ ജനങ്ങൾ ചെല്ലുമ്പോൾ അറിയാം ഇവിടെ ബുദ്ധിമുട്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, പ്രളയം കഴിഞ്ഞ ഏരിയയില് കോസ്റ്റബിലിറ്റിന്ന് ഇറങ്ങിയാൽ മതി. ഇത്തവണ ഞങ്ങളുടെ ചെല്ലാനം പഞ്ചായത്തിൽ മേഴ്സിക്കുട്ടി ചെയ്യുമ്പോൾ വന്നില്ല. എന്നറിയോ, കഴിഞ്ഞാൽ വന്നവർക്ക് പ്രഖ്യാപനം നടത്തി പോയതാ. കാരണം അവർ വന്നില്ല. അതിന് പോലെ ഐസക്കിനെ പറഞ്ഞയച്ച ആൾക്കാർ കൂടി ബഹളം ഉണ്ടാക്കി. അപ്പൊ ഇതുകൊണ്ട് നമ്മൾ കാണാത്ത ഒത്തിരി ഫാക്ടറി ഇലക്ഷനുണ്ട്.
അത് കാണണം. പിന്നൊന്ന്, ഇവിടെ മൈനോറിറ്റിയെ കുറിച്ച് പറഞ്ഞല്ലോ. നിങ്ങളൊരു കാര്യം ഞാൻ ഇപ്പോഴേ പറയുന്നു, ഈ ചർച്ച ഇടയ്ക്ക് വന്നില്ലേ, അത് നിസ്സാര ഡാമേജ് അല്ലേ ഉണ്ടാക്കിയിട്ടുള്ളത്. സംഗതി മറ്റേ നിയമപരിഷ്കാര കമ്മീഷന്റെ ഡ്രാഫ്റ്റ് ആണെങ്കിലും അത് ഉണ്ടാക്കിയിട്ടുള്ള വികാരം എനിക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ടൊക്കെ ഞാൻ പറഞ്ഞത്, ഇവിടെ ജനങ്ങൾക്ക് തീരുമാനം എടുത്തിട്ടുണ്ട്. ഇടതുപക്ഷത്തോടും വിദ്വേഷമുണ്ട്, അതിനേക്കാളും വിദ്വേഷം മോഡിയോടും ഉണ്ട്. ഈ രണ്ട് വിദ്വേഷവും വരുമ്പോഴേക്കും പോസിറ്റീവായി കാണുന്നത് നേരത്തെ പറഞ്ഞ പോലെ ഒരു ബദലായി വരുന്നു. രാഹുൽ ഗാന്ധി വരുന്നു. രാഹുൽ ഗാന്ധിയുടെ റേറ്റിംഗ് വളരെ കൂടിയിരിക്കല്ലേ ഇപ്പോഴ് ഇന്ത്യ ഒട്ടാകെയും കേരളത്തിലും. അപ്പൊ അതുകൊണ്ട് തന്നെ 2004 2019 പിന്നെ ഒരു കാര്യം ഞാൻ പറയാം, നിങ്ങൾ ശരിയാ പറഞ്ഞത്, ഞങ്ങൾ ഇലക്ഷൻ ജയിച്ചിട്ടില്ല. പക്ഷേ അഭിലാഷം ഓർക്കുമല്ലോ, ഉമ്മൻചാണ്ടി പറ്റിക്കുമ്പോൾ ഞങ്ങൾ എല്ലാ ഇലക്ഷൻ ജയിച്ചവരല്ലേ. പാർലമെന്റ് 12 സീറ്റ് ജയിച്ചു, 3 ബൈ ഇലക്ഷൻ ജയിച്ചു. എന്നിട്ടെന്ത് പറ്റി? അപ്പൊ അതുകൊണ്ട് ഈ ഗവൺമെന്റ് ഭരിക്കുന്ന സമയത്ത് ഒക്കെ ജയിക്കും, പക്ഷെ നിർണായക സമയത്താണ് പാളാൻ പോകുന്നത്. ആ പാളിച്ച ഇത്തവണ കേരളത്തിൽ ഇടതുപക്ഷത്തിലുണ്ടാകും. പിന്നെ ഒരു കാര്യം ഞാൻ പറയാം, BJP ഒരു സീറ്റും ജയിക്കാൻ പോകുന്നില്ല. ഈ ബഹളം ഉണ്ടാക്കൽ മാത്രമേ ഉള്ളൂ എന്നാണ് എന്റെ വിശ്വാസം. ശരി, BJP ഒരു സീറ്റും ജയിക്കാൻ പോകുന്നില്ല എന്നാണ് കോൺഗ്രസ് വിചാരിക്കുന്നത്. ശ്രീ ബി ഗോപാലകൃഷ്ണൻ, ഈ ശബരിമല തുടങ്ങിയ കാര്യങ്ങൾ ഏത് നിലക്കാണ് കേരളത്തിലെ ജനങ്ങൾ എടുക്കുന്നത് എന്ന് നമുക്ക് ഈ ആൾക്കൂട്ടം കണ്ടൊന്നും നിർണ്ണയിക്കാൻ കഴിയില്ല. കാരണം ആൾക്കൂട്ടം നിങ്ങൾക്ക് നേരത്തെ തന്നെ വോട്ട് ചെയ്തവരുമാകാം. അപ്പോൾ ആൾക്കൂട്ടം എന്താണ് എന്ന് നമ്മൾ ഒന്നുകൂടി വിലയിരുത്തേണ്ടതുണ്ട്. ഞാൻ ആ വിഷയം അവിടെ വിടുകയാണ്. അതുകൊണ്ട് മാത്രം ജയിക്കാമെന്ന് വിചാരിച്ചാൽ, ഒന്നാമത് കഴിഞ്ഞ തവണ നരേന്ദ്രമോദിക്ക് ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ കഴിഞ്ഞത് കാരണം ഒരാൾ പ്രതീക്ഷയുമായി വരികയാണ്. വല്ലാതെ കറപ്റ്റായ ഒരു സർക്കാരിനെ മാറ്റാൻ ഇദ്ദേഹം നമ്മളെ പാനും തേലും ഒഴുകുന്ന ഒരു രാജ്യത്തേക്ക് കൊണ്ടുപോകുമെന്നുള്ള മട്ടിൽ പോസിറ്റീവായി ഒപ്റ്റിമിസത്തോടു കൂടി വോട്ട് ചെയ്ത ആളുകളുണ്ട്. പക്ഷെ 5 വർഷം കഴിയുമ്പോൾ എന്താണെന്ന് ഞാൻ വിശദീകരിക്കേണ്ടതില്ലല്ലോ. ആ ഒരു നിരാശ, ആളുകളുടെ അച്ചാദിന് എന്താണെന്നുള്ളത് അവരുടെ അനുഭവ മണ്ഡലത്തിലുണ്ടല്ലോ. അപ്പോൾ അവരെ ആവേശം കൊള്ളിക്കുന്ന വിഷയങ്ങൾക്കപ്പുറത്ത് ഈ വിഷയം കഴിഞ്ഞ 5 വർഷം അവരെ സംബന്ധിച്ച് അച്ചാദിനും വന്നില്ല, ഒന്നും വന്നില്ല എന്നുള്ള അവസ്ഥയിൽ കഴിഞ്ഞ തവണ വോട്ട് ചെയ്തവർ പോലും ഇത്തവണ മാറ്റി വേറെ ആർക്കെങ്കിലും ചെയ്യാനുള്ള സാധ്യതയും കൂടി തുറന്നു വെക്കുന്നുണ്ട് എന്നുള്ള തിരിച്ചറിവ് BJPക്ക് ഉണ്ടോ? അങ്ങനെയാണെങ്കിൽ പിന്നെ നിങ്ങൾ BJPയുടെ പരിപാടികളിൽ ആൾക്കൂട്ടങ്ങളുണ്ട് എന്ന് നിങ്ങൾ തുറന്ന് സമ്മതിക്കാൻ പാടില്ലായിരുന്നു. ഇപ്പോ അഭിലാഷ് സമ്മതിച്ചു കഴിഞ്ഞു BJPയുടെ എല്ലാ പരിപാടികളിലും ആൾക്കൂട്ടങ്ങളാണെന്ന്. വാസ്തവത്തിൽ ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത് അഭിലാഷ ഇതൊന്നുമല്ല. ഇതിനകത്ത് ശബരിമല മാത്രമാണ് ചർച്ച ചെയ്യപ്പെടുന്നത് എന്ന് പറയരുത്. ഞാൻ 2 കാര്യം മാത്രം പറയാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, ഒരു ഉറച്ച ശക്തമായിട്ടുള്ള ഒരു സർക്കാർ കേന്ദ്രത്തിൽ ഉണ്ടാവണം. അതുണ്ടാക്കാൻ വേണ്ടിയിട്ട് രാഹുൽ ഗാന്ധിയുടെ ഇടയില്ല. രാഹുൽ ഗാന്ധിയും CPM ഇവിടെ പരസ്പരം പോരടിക്കുന്നു. അവിടെ പശ്ചിമ ബംഗാളിൽ അവിടെ വേറൊരു പ്രധാനമന്ത്രി, ആന്ധ്രയിൽ വേറൊരു പ്രധാനമന്ത്രി, UP-യിൽ വേറൊരു പ്രധാനമന്ത്രി, ആഴ്ചയിൽ 5 ദിവസവും 5 പ്രധാനമന്ത്രിയുടെ പേരിൽ. അപ്പോൾ ഉറച്ച ഗവൺമെന്റ് ഉണ്ടാവാൻ ആഗ്രഹിക്കുന്നവർ BJP വോട്ട് ചെയ്യും. പിന്നെ രാഹുൽ ഗാന്ധി ഒരിക്കലും നരേന്ദ്രമോദിക്ക് ബദലല്ല. ഇന്ന് തന്നെ സുപ്രീം കോടതിയുടെ മുമ്പിൽ മാപ്പ് പറഞ്ഞു രാഹുൽ ഗാന്ധി, ഞാൻ അറിയാതെ വന്നതാണ് ചോറെന്ന്. എന്നിട്ട് വെളിയിൽ വന്ന് വീണ്ടും വിളിച്ചു പറഞ്ഞു. ഇത് നാട്ടിലെ ജനങ്ങൾ കാണുന്നില്ലേ? അപ്പോൾ ഒരു ഉറച്ച ഗവൺമെന്റ് കേന്ദ്രത്തിൽ വേണം, പ്രധാനമന്ത്രി വേണം, വികസനം വേണം. ഈ 3 കാര്യത്തിന്റെ ഒപ്പമാണ് ശബരിമല. നേരത്തെ കുഞ്ഞിക്കണ്ണം പറയുന്നത് കേട്ടു, ശബരിമലയിലെ മതനിരപേക്ഷത ഉള്ള ആളുകൾ, പുതിയ തലമുറ. ഞാൻ ചോദിക്കട്ടെ, പുതിയ തലമുറ ശബരിമലയെ കുറിച്ച് ചിന്തിക്കുന്ന മതനിരപേക്ഷതയെ കുറിച്ചും മതേതരത്തെ കുറിച്ചുമുള്ള സങ്കല്പം എന്താണ്? ശബരിമലയിൽ വീണ ജോർജ് ജയിച്ചാൽ 18ാം പടിയിൽ വീണ ജോർജിനെ കൊണ്ട് നിർത്തി വിസ്കൃത ഞങ്ങൾ വിൽക്കും എന്ന് DYFയുടെ നേതാവ് ഇരുന്നു ഫേസ്ബുക്കിൽ. ഇതാണോ മതേതരത്വം? ഒന്നാമത് ഏതോ ഒരു ലോക്കൽ കമ്മിറ്റിയിലോ SFIയിലോ മറ്റോ ഉള്ള ഒരു ചെറിയ ഏതോ ഒരു വ്യക്തി, അയാൾ തന്നെ അങ്ങനെ ഞാനല്ല പറഞ്ഞത് എന്ന് പറഞ്ഞ് പോലീസിൽ പരാതിയും കൊടുത്തു. ഇതൊക്കെയാണ് ഒരു തെരഞ്ഞെടുപ്പിലെ വിഷയം. ശ്രീ ഗോപാലകൃഷ്ണൻ, അവസാന സമയത്താണെങ്കിൽ എനിക്ക് ചാൻസ് തരുന്നു. അപ്പൊ അതിനിടെ നിലപെടണ്ടേ? രണ്ടാമത് നാമം ലഭിക്കുമ്പോൾ ഫീസ് വരുന്നു, വാണ്ട് വിളിക്കുമ്പോൾ നിർത്തുന്നു. ഇതാണോ മതേതരത്വം? ഇനി വിജയരാജൻ പറഞ്ഞു, വിജയരാഘവൻ പറഞ്ഞു എന്ന് പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ വരുന്നു. ആ സോഷ്യൽ മീഡിയയിൽ വരുന്നത് എന്താ? ശബരിമലയിൽ BJPക്കാർ തോറ്റാൽ അയ്യപ്പൻ തോറ്റു, ഞങ്ങൾ ജയിച്ചാൽ അയ്യപ്പൻ തോറ്റു, BJPക്കാർ ജയിച്ചാൽ LDF ജയിച്ചാൽ അയ്യപ്പൻ തോറ്റു, അയ്യപ്പൻ തോറ്റു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പ്രചരണം. ഇതൊക്കെ ശ്രീ ഗോപാലകൃഷ്ണൻ വാട്സാപ്പിൽ പറയുന്ന കാര്യങ്ങളല്ലേ? വ്യാജ പ്രചരണം. ഇങ്ങനത്തെ എന്തുമാത്രം വ്യാജ പ്രചരണം ഉണ്ട്. കോൺഗ്രസിന് വോട്ട് ചെയ്യണം കോടിയേരി എന്ന് പറഞ്ഞിട്ട് ചന്ദ്രികയുടെ ലോകം ഇട്ട ഒരു സംഗതി ഞാൻ കുറച്ച് സമയം മുമ്പ് കണ്ടു. ഇതിപ്പോ അവസാന മണിക്കൂറുകളിലെ വ്യാജ പ്രചരണമല്ലേ? അങ്ങനെ വ്യാജ പ്രചരണം നടത്താൻ ഫേസ്ബുക്കും സോഷ്യൽ മീഡിയ ഒക്കെ ഇല്ലേ? അതപ്പോ നമ്മൾ ചർച്ചയിൽ പറഞ്ഞ് നാട്ടുകാരെ കേൾപ്പിക്കണോ? ഇതൊക്കെ സോഷ്യൽ മീഡിയ വഴി വിടുന്ന എന്താ പറയാ, അയ്യപ്പന് വേണ്ടിയിട്ടുള്ള വോട്ടാണ് എന്നൊക്കെ ഉള്ളതൊക്കെ ഒരുതരം എന്താ പറയാ,
നമ്മൾ സത്യാനന്തര കാലത്ത് നമുക്ക് പറയുന്ന കാലത്തിന്റെ ഒരു സവിശേഷതയില്ല, അല്ലാതെ വല്ല കഥയുള്ള കാര്യമാണോ? ശരി, ഞാൻ വരാം. ശരി, അങ്ങനെയാണെങ്കിൽ പ്രധാനപ്പെട്ട കാര്യം പറ. ഒരു പ്രധാനപ്പെട്ട ചാനൽ എന്ന് പറഞ്ഞില്ലേ, ചാനലിന് നേതൃത്വമായിട്ട് ശബരിമലയിൽ പോയേണ്ട കുഴപ്പം എന്ന് ചോദിച്ച ഒരു CPM ഭാവിയില്ലേ? നിങ്ങളിതെന്താ പറയുന്നത്? അതൊന്ന് ഒളിച്ചു വെക്കാൻ പറ്റുമോ? കേരളത്തിലെ ജനങ്ങളെ മാതൃഭൂമിയിൽ വ്യാപകപ്പെട്ടോ അതിപ്പോ എനിക്ക് ശരിക്കും മനസ്സിലാവുന്നില്ല ശ്രീ ഗോപാലകൃഷ്ണൻ. അങ്ങനെയൊക്കെയുള്ള ഇമോട്ടീവ് ആയിട്ടുള്ള ഇഷ്യൂസ് ഒക്കെ കേരളം പോലെ വിദ്യാഭ്യാസമുള്ള ഒരു നാട്ടിലെ ജനങ്ങൾ ഏതോ ഒരു നേതാവ് അങ്ങനെ പറഞ്ഞു എന്ന് വാട്സാപ്പിൽ കാണുന്നതനുസരിച്ച് വോട്ട് ചെയ്യുന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. പോട്ടെ, ശ്രീ KT കുഞ്ഞിക്കണ്ണൻ, ഇതൊരു റഫറൻഡം ആവുമോ പിണറായി വിജയൻ സർക്കാരിൻ്റെ? ഇപ്പോൾ ശബരിമല വിഷയത്തിൽ നിങ്ങൾ എടുത്തിട്ടുള്ള നിലപാടുണ്ട്. ആ നിലപാട് എന്താണ് എന്നുള്ളത് ഒരുപാട് ചർച്ചകളിലും മറ്റുമൊക്കെ വിശദീകരിച്ചതാണ്. നവോത്ഥാന സംഗമങ്ങൾ നടത്തിയിട്ടുള്ള പശ്ചാത്തലവും നമുക്കുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളിലൊക്കെയുള്ള കേരളത്തിൻ്റെ യഥാർത്ഥ ജനവികാരം ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ അറിയാം എന്നൊരു ആത്മവിശ്വാസം എന്ന് പറയാനുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടോ നിങ്ങൾക്ക്? തീർച്ചയായിട്ടും ഈ കാര്യങ്ങളുടെയൊക്കെ തന്നെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ മുഖം എന്ന് പറയുന്നത് എന്താണ്? സംഘപരിവാർ ഉയർത്തുന്ന ഹിന്ദു രാഷ്ട്രവാദമാണ്. ദൈവത്തെയും മിത്തുകളെയും വിശ്വാസത്തെയും ഒക്കെ ഉപയോഗപ്പെടുത്തിയിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രത്യയശാസ്ത്രമാണ് സംഘപരിവാർ മുന്നോട്ട് വെക്കുന്നത്. അത് അപരമത വിദ്വേഷത്തിൽ അധിഷ്ഠിതമാണ്. രാജ്യത്തിൻ്റെ മതനിരപേക്ഷതയെ നിഷേധിക്കുന്നതും ഭരണഘടനയെ തന്നെ വെല്ലുവിളിക്കുന്നതുമാണ്. അതിനെതിരായിട്ടുള്ള ഇപ്പം നവോത്ഥാനത്തിൻ്റെയൊക്കെ നമ്മുടെ സംസ്കാരത്തിൻ്റെ മണ്ഡലത്തിൽ നടന്ന ഈ സംവാദങ്ങളൊക്കെ ഉണ്ടല്ലോ, ആ സംവാദങ്ങളൊക്കെ രാഷ്ട്രീയത്തിലേക്ക് സാന്ദ്രീകരിക്കുമ്പോൾ അത് തീർച്ചയായിട്ടും എന്താണ്? BJP പ്രതിനിധീകരിക്കുന്ന വർഗീയ ഫാസിസ്റ്റ് അധികാര ശക്തിക്കെതിരായിട്ടുള്ള പോരാട്ടമാണ്. തീർച്ചയായിട്ടും കേരളത്തിലെ വോട്ടർമാർ ആ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യാൻ പോകുന്നില്ല. മതനിരപേക്ഷ ശക്തികൾക്ക് വലിയ പിന്തുണ നൽകും. കേരളത്തിൽ വിശ്വസിക്കാവുന്ന മതനിരപേക്ഷ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്ന ഇടതുപക്ഷത്തിൻ്റെ പ്രതിനിധികളെ ഭൂരിപക്ഷം മണ്ഡലങ്ങളിലും ജയിപ്പിച്ചെടുക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പെയ്ഡ് സർവേകളും അതേപോലെ തന്നെ ചില വെയ്വ് ട്രെൻഡുകൾ ഉണ്ടാക്കാൻ വേണ്ടി കാട്ടിക്കൂട്ടിയ എല്ലാ കുത്സിത വൃത്തികളും മലയാളി സമൂഹം തിരിച്ചറിയും. നമ്മൾ മനസ്സിലാക്കേണ്ട ജനങ്ങൾ ശിശുക്കളോ വിഡ്ഢികളോ ഒന്നുമല്ല, അവർക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കും. അപ്പോൾ BJPയും കോൺഗ്രസും ഇവിടെ ഇടതുപക്ഷത്തിനെതിരായിട്ട് നടത്തിയിട്ടുള്ള പ്രചരണം ഏറ്റവും ഒടുവിൽ ഇതാ ഗോപാലകൃഷ്ണൻ തന്നെ വീണാ ജോർജിനെ 18ാം പണിയിൽ കയറ്റി നിർത്താനാണ്. അത്ര ബുദ്ധിശൂന്യരാണോ ഇടതുപക്ഷ രാഷ്ട്രീയ നേതാക്കന്മാർ? ഈ തെരഞ്ഞെടുപ്പ് ഞങ്ങൾ ജയിപ്പിച്ച് വീണാ ജോർജിനെ 18ാം പണിയിൽ കയറ്റി നിർത്തും എന്നാരെങ്കിലും പറയോ? അപ്പോൾ ഇത്തരത്തിലുള്ള തങ്ങളുടെ വർഗീയ അജണ്ടയ്ക്ക് അനുസൃതമായിട്ടുള്ള ഉദാഹരണങ്ങളും സംഭവങ്ങളും ഒക്കെ എന്താണ് ഫാബ്രിക്കേറ്റ് ചെയ്ത് അവതരിപ്പിക്കുകയാണ് അവർ. ഇപ്പോൾ അഭിലാഷ് ഇവിടെ പറഞ്ഞവർ ഒരു സത്യാനന്തര കാലത്ത് രാഷ്ട്രീയ പ്രവർത്തനമാണ് അവർ നടത്തുന്നത്. അപ്പോൾ കേരളത്തിലെ ജനങ്ങൾ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കും. ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത് കേരളത്തിലെ ഭൂരിപക്ഷ മണ്ഡലങ്ങളിലും ഇടതുപക്ഷം നല്ല രീതിയിലുള്ള പെർഫോമൻസ് ഉണ്ടാവും, നല്ല വിജയമുണ്ടാവും. പ്രത്യേകിച്ച് മലബാറിലെ ഒട്ടുമിക്ക മണ്ഡലങ്ങളിലും എന്താണ് ഇടതുപക്ഷം വമ്പിച്ച ഭൂരിപക്ഷത്തിന് വിജയിക്കാനാണ് പോകുന്നത്. ആ വിജയം ഇന്ത്യൻ പാർലമെന്റിൽ ഒരു മതനിരപേക്ഷ ഗവൺമെന്റിന് ഉണ്ടാക്കുന്നതിനുള്ള അംഗബലമായി മാറും. ഇടതുപക്ഷ നേതാക്കന്മാർക്ക് ദേശീയ തലത്തിൽ ഇടപെടാനുള്ള വലിയൊരു സാധ്യതയായിട്ട് കേരളത്തിലെ MP-മാരുടെ എണ്ണം വർദ്ധിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത് മതനിരപേക്ഷ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന കേരളത്തിലെ എല്ലാ വിഭാഗങ്ങളും, ന്യൂനപക്ഷങ്ങളായാലും ദളിതുകളായാലും സ്ത്രീകളായാലും ധാരാളം സന്ദേശങ്ങൾ വരും. അതൊക്കെ ഈ ബന്ധപ്പെട്ട പാർട്ടികളുടെ അണികൾക്ക് ശരി അങ്ങനെ പറഞ്ഞു എന്ന് പറയുന്നതിനപ്പുറത്ത് കേരളം പോലെ ഒരു ജനസമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ മാത്രം ഈ പറയുന്ന മിസ്ഇൻഫോർമേഷൻ ക്യാമ്പയിൻ വിജയിക്കുമെന്ന് താങ്കൾ വിചാരിക്കുന്നുണ്ടോ? ഒരിക്കലുമില്ല എന്ന് മാത്രമല്ല ഒരു തമാശയായിട്ടാണ് ആളുകൾ എടുക്കുക. ഇപ്പോൾ നിങ്ങൾ ചാനലുകാർ നടത്തുന്ന 9:30-യുടെ പരിപാടികളുണ്ടല്ലോ, വക്രദൃഷ്ടി, അങ്ങനെ പല പേരുകൾ പല ചാനലും നടത്തുന്നുണ്ട്, നിങ്ങൾ നടത്തുന്നുണ്ട് ഡെമോക്രസിയൊക്കെ. അതുപോലെയുള്ള പരിപാടികൾക്കപ്പുറത്തേക്ക് ആരും ഇതില്ല. അത് ആസ്വദിക്കുക ആരാ? അതിൻ്റെ എതിരാളികൾ അത് ആസ്വദിക്കുന്ന ഒരു സാധനമുണ്ട്. ഞാനൊരു കാര്യം കൂടി, ഇപ്പം നേരത്തെ ഗോപാലകൃഷ്ണൻ പറഞ്ഞു നരേന്ദ്രമോദിയുടെ ഇഫക്റ്റ്. കേരളത്തിൽ ഒരു മണ്ഡലത്തിൽ, അത് ഞാൻ കോട്ടയം, അവിടുത്തെ NDA സ്ഥാനാർത്ഥിയുടെ പോസ്റ്ററിൽ നരേന്ദ്രമോദിയുടെ പടം വളരെ വളരെ കുറവാണ്. മറ്റെവിടെയും കാണാത്തതുപോലെ. നരേന്ദ്രമോദി അത്ര പോപ്പുലർ ആയിരുന്നുവെങ്കിൽ, വോട്ട് കിട്ടുന്ന ആളായിരുന്നുവെങ്കിൽ അങ്ങനെ അതെന്താ വയ്ക്കാത്തത്? അവിടെയൊക്കെ ഈ ജാതി മതം പല കളികളും ഉണ്ട്. ഞാനത് ഇപ്പോൾ ജേക്കബ് ജോർജിന് എന്നേക്കാൾ നന്നായി മനസ്സിലാവും ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പം അങ്ങനെയുള്ള കളികൾ കളിക്കുന്നു. നരേന്ദ്രമോദി കൊണ്ട് മാത്രം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വ്യക്തിപ്രഭാവം കൊണ്ടോ 5 വർഷത്തെ ഭരണം കൊണ്ടോ കേരളത്തിൽ BJPക്ക് വോട്ട് കൂടുമെന്ന് ഗോപാലകൃഷ്ണൻ അത് പറയാതിരിക്കാൻ വയ്യ. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, നരേന്ദ്രമോദി ഫാക്ടർ 2014-നേക്കാൾ വളരെ വളരെ ശക്തി കുറഞ്ഞതാണ് 2019. കാരണം ഈ പറഞ്ഞപ്പോൾ നിങ്ങൾ എല്ലാ സർവേകളും നോക്കിക്കോളൂ. ദേശരക്ഷ എന്നതിന് ആ അർത്ഥത്തിൽ ഈ നരേന്ദ്രമോദി ഉയർത്തുന്ന ദേശരക്ഷയുടെ മുദ്രാവാക്യത്തിന് കേരളത്തിലെ എല്ലാ സർവേകളിലും
4%, 3% ഒക്കെയാണ്. അപ്പൊ അതുകൊണ്ട് വളരെ കൃത്യമാണ്. കേരളം ഒരു ഇൻഫോംഡ് ആയിട്ടുള്ള പബ്ലിക് ആണല്ലോ. ശ്രീ ജേക്കബ് ജോർജ്, മറ്റൊന്ന് നമുക്ക് അവസാനിപ്പിക്കാം. സാമുദായിക വിഷയമാണ്. കഴിഞ്ഞ 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വെള്ളാപ്പള്ളി നടേശന്റെ താരപ്രചാരണവും ഹെലികോപ്റ്റർ യാത്രയും ഉണ്ടായിട്ട് പോലും ഉദ്ദേശിച്ചതുപോലെ ഒന്നും നടന്നില്ല. ഇത്തവണ പല സാമുദായിക നേതാക്കൾ, പള്ളികളൊക്കെ ഓരോരോ നിലപാടുകൾ എടുക്കുന്നുണ്ട്. അതൊക്കെ ഏതെങ്കിലും തരത്തിൽ പ്രതിഫലിക്കാനുള്ള സാധ്യതയുണ്ടോ? NSS വേണമെങ്കിൽ ഒരു ഉദാഹരണമായിട്ട് എടുക്കാം. ഞാൻ പറയാം. ഞാൻ വർഷങ്ങളായിട്ട് ഫോളോ ചെയ്യുന്നൊരു വിഷയമാണ് NSS. ഒരു പത്രപ്രവർത്തനം എന്ന നിലയ്ക്ക് NSS എവിടെ നിൽക്കും? സ്വാഭാവികമായിട്ടും അവർ BJPയെ പരസ്യമായിട്ട് പിന്തുണച്ചിട്ടില്ല. തിരുവനന്തപുരത്താണെങ്കിൽ എനിക്ക് നേരിട്ടറിയാവുന്നത് കുറേ നായർ വോട്ടുകൾ BJPക്ക് അനുകൂലമായിട്ട് പോകും, കുമ്മനത്തിന് പോകും. അതേസമയം നായർ സമുദായത്തിൽ തന്നെ നല്ലൊരു പങ്ക് ആൾക്കാർ NSSന്റെ നേതാക്കന്മാർ തന്നെ ശശി തരൂരിന് വേണ്ടി പ്രവർത്തിക്കുന്നുമുണ്ട്. പത്തനംതിട്ടയിലും അതുപോലെ തന്നെ നായർ വോട്ടുകൾ കുറേ സുരേന്ദ്രന് പോകും. പക്ഷേ NSSന്റെ ഒരു പ്രശ്നം, NSS കരുതുന്ന ഒരു കാര്യം കൂടെ ഞാൻ പറയട്ടെ. NSSന് CPMനെ അങ്ങനെ പേടിയൊന്നുമില്ല. CPM അവരെ ആക്രമിക്കുകയില്ല, അവരെ കീഴ്പ്പെടുത്താൻ ശ്രമിക്കില്ല. കോൺഗ്രസിനെ അവരൊരു സുഹൃത്തായിട്ടേ കണ്ടിട്ടുള്ളൂ, എപ്പോഴും കാണുകയുമുള്ളൂ. പക്ഷേ BJPയെ അവർ ഒരു സുഹൃത്തായിട്ട് കാണുന്നില്ല. അഭിലാഷ് അറിയാമല്ലോ, 2000 ഡിസംബറിൽ നമ്മുടെ AB വാജ്പേയി, പ്രധാനമന്ത്രിയായിരുന്ന AB വാജ്പേയി കുമരകത്ത് വന്നപ്പോൾ ഒന്ന് നോക്കിയല്ലോ അന്നത്തെ NSS ജനറൽ സെക്രട്ടറി PK നാരായണപ്പണിക്കർ ചേട്ടനെ അങ്ങോട്ടൊന്ന് വിളിക്കാൻ. അദ്ദേഹം പോയില്ല. കാരണം എന്താ? BJPക്ക് ഇടം കൊടുക്കരുത് എന്നുള്ളത് മറ്റാരെക്കാട്ടിലും കൂടുതൽ നന്നായിട്ട് NSS ജനറൽ സെക്രട്ടറിക്ക് അറിയാമായിരുന്നു. ഇപ്പോഴത്തെ ജനറൽ സെക്രട്ടറിക്കും അതറിയാം. അതുകൊണ്ട് BJPക്ക് NSSന്റെ അകത്ത് ഇടം കൊടുക്കും എന്ന് ഞാൻ കരുതുന്നില്ല. രണ്ടാമതൊരു കാര്യം കൂടി, നരേന്ദ്രമോദിയുടെ കാര്യം CR പറഞ്ഞുവല്ലോ. തീർച്ചയായിട്ടും നരേന്ദ്രമോദിയുടെ പടം വെച്ചാൽ കേരളത്തിൽ എവിടെയെങ്കിലും വോട്ട് കിട്ടുമോ? ഇന്ത്യയിൽ തന്നെ അദ്ദേഹത്തിന് അറിയാം. അതുകൊണ്ടാണ് അദ്ദേഹം രാജ്യരക്ഷയൊക്കെ പറയുന്നത്. ഒരു ഒറ്റ വാചകം ഞാൻ പറയട്ടെ. ബഹുമാനപ്പെട്ട ഗോപാലകൃഷ്ണ, പണ്ടൊരു ഇന്ത്യൻ പ്രധാനമന്ത്രി ഉണ്ടായിരുന്നു, ഇന്ദിരാഗാന്ധി. ഒരു ശത്രു രാജ്യത്തെ രണ്ടായിട്ട് വെട്ടിമുറിച്ച് കൊടുത്തു. അവരതൊന്നും കൊണ്ട് നടന്നില്ലല്ലോ. ഒരു സർജിക്കൽ സ്ട്രൈക്കിന്റെ പേരിലാണ് ഇപ്പോൾ വലിയ ദേശരക്ഷയുടെ കാര്യം പറയുന്നത്. ചരിത്രത്തെക്കുറിച്ച് ഓർമ്മ ഉണ്ടായിരിക്കണം എല്ലാവരും. ശരി. എന്തായാലും ഒക്കെ നാളെ ജനങ്ങളുടെ കയ്യിലാണ്. ചൂണ്ടുവിരലിൽ മഷി പുരളുന്ന സമയത്ത് റെസ്പോൺസിബിളായി ഉത്തരവാദിത്വത്തോടെ വോട്ട് ചെയ്യുക എന്നുള്ള കാര്യം വളരെ പ്രധാനമാണ് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ ചർച്ച അവസാനിപ്പിക്കുന്നു. വളരെ നന്ദി ശ്രീ CR നീലകണ്ഠൻ, ശ്രീ ജേക്കബ് ജോർജ്, ശ്രീ B. ഗോപാലകൃഷ്ണൻ, ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ, ശ്രീ KT കുഞ്ഞിക്കണ്ണൻ. എഡിറ്റേഴ്സ് അവർ പൂർണ്ണമാവുന്നു. നമസ്കാരം.